Good morning, all. Good morning. Morning. Good morning. Good morning. Good morning, all. Good morning, madam. Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning. Good morning, ma'am. Good morning. Okay, once again, very good morning to all. Myself, Jisha. നിങ്ങൾക്ക് പേര് എന്റെ പ്രൊഫൈലിൽ പേര് കാണാനായിട്ട് പറ്റും. നിങ്ങളുടെ പ്രൊഫൈലിൽ കാണുന്ന പേരും നിങ്ങളുടെ ആണെന്ന് വിചാരിക്കണം. പാട്ടൊക്കെ വെച്ചിട്ട് ക്ലാസ്സിനെ വ്യക്തം ചെയ്തുകൊണ്ട് ഒരാൾ വിസ്മയ അല്ലെ പാട്ടൊക്കെ വെച്ച് തന്നുകൊണ്ടിരിക്കും. സോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യാം എല്ലാവരും. നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വരുമ്പോൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ. ജുബീന ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ജുബീന ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? Good morning, ma'am. ഗുഡ് മോർണിംഗ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട്. വൺസ് അഗെയിൻ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. വളരെ സന്തോഷമുണ്ട് നിങ്ങൾ കുറെ പേര് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഐ തിങ്ക് നമ്മളൊരു 41 പേര് ഇവിടെയുണ്ട്. അതിൽ 3 പേര് ഞങ്ങൾ ഫ്രം അവർ ഇൻസ്റ്റിറ്റ്യൂട്ട്. മൈസെൽഫ് ജിഷ, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ടെക്നിക്കൽ സൈഡിൽ നിന്ന് രാഖിയും റിജോയും ജോയിൻ ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് അവർ ജേണി അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. അത് കൂടാതെ തന്നെ ടെക്നിക്കൽ അക്കാദമിക് അഡ്മിനിസ്ട്രേഷൻ എല്ലാ ടീമിൽ നിന്നുള്ളവരും ബാക്ക് സൈഡിൽ ഉണ്ടാകും. ബാക്ക് സ്റ്റേജിൽ നിന്ന് പ്രവർത്തിക്കുന്നവർക്കാണല്ലോ കൂടുതൽ ജോലി. നമ്മൾ ഫേസ് ടു ഫേസ് കാണും മീൻസ് ടീച്ചേഴ്സിന്റെ വീഡിയോ എപ്പോഴും ഓൺ ആയിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഓൺ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. നോ ഇഷ്യൂ, അതൊന്നും പ്രോബ്ലം ഇല്ല. പിന്നെ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് സംസാരിക്കുകയും ചെയ്യാം. ഓക്കെ, പിന്നെ ഇത്രയും പേര് കയറിയത് കൊണ്ട് നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എനിക്ക് കുറച്ച് പേരുടെ പേരുകളെ ഇതിനകത്ത് കാണാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഫുൾ ലിസ്റ്റ് എടുത്ത് നോക്കണം. എനിവേ നമുക്ക് എന്താണ് ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു കണ്ടന്റ് എന്താണ്? നിങ്ങൾ എല്ലാവരും വളരെ ക്യൂരിയസ് ആയിരിക്കും. കുറച്ച് പേർക്ക് ഇതിനെപ്പറ്റി അറിയുന്നുണ്ടാവും. പല പല സോഴ്സിൽ നിന്നായിരിക്കും ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞത് അല്ലെ? ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ നിന്നോ പേഴ്സണലി ഒരു പക്ഷേ പ്രീവിയസ് ബാച്ചിലുള്ള ആരെങ്കിലും പറഞ്ഞു കേട്ട് അങ്ങനെ. പിന്നെ ഒരു പാഷൻ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടല്ലേ, ടീച്ചർ ആകുക എന്നുള്ളൊരു പാഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്കൂൾ തുടങ്ങുക എന്നുള്ള ഒരു പാഷൻ. പിന്നെ ഒരു സ്വന്തം കാലിൽ നിൽക്കണം, എനിക്ക് ലൈവ്ലിഹുഡ്, നമുക്കൊരു ഉപജീവന മാർഗം സ്വന്തമായിട്ട് വേറെ ആരുടെ മുന്നിൽ കൈനീട്ടാതെ എനിക്ക് പറ്റണം. അതിന് എന്റെ ലിമിറ്റേഷൻസിനുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാനായിട്ട് പറ്റണം. അതിനുള്ളൊരു പ്ലാറ്റ്ഫോം നോക്കി അങ്ങനെ വന്നവരും ഉണ്ടാകും. അങ്ങനെ എല്ലാവരും ഓക്കെ, വാട്ട് എവർ ഇറ്റ് ബി, നിങ്ങൾ ഈ ചെയ്യാൻ പോകുന്ന ഈ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ജോലിയാണെങ്കിലും നമ്മൾക്കൊരു റെസ്പോൺസിബിലിറ്റിയും കമ്മിറ്റ്മെന്റും ഉണ്ടായിരിക്കും. അത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ. എങ്ങനെയെങ്കിലും എനിക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്ത് ഫീ അടച്ചു കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളതല്ല. ഈ ഒരു മെത്തേഡ് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ജോബിന് പോകാനായിട്ട് പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ ആരും ഈ അങ്ങനെയല്ലല്ലോ, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എവിടെയും ജോലി കിട്ടും, അങ്ങനെയല്ല. കിട്ടുമായിരിക്കും, നമുക്ക് ജോലി കിട്ടാൻ പല പല രീതികളുണ്ട്. നമുക്ക് കാശ് കൊടുത്താൽ ജോലി കിട്ടും അല്ലെ, ആരുടെയെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ ജോലി കിട്ടും. പക്ഷെ ഈ ജോലിയുടെ പ്രത്യേകത എന്താ? ആരെയാണ് നിങ്ങൾ ആ ജോലിക്ക് നിങ്ങളുടെ മുന്നിൽ വരുന്നതാരാ? ഈ ജോലി കിട്ടുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാ? ആരെങ്കിലും ഒന്ന് പറയാം. നമുക്ക് പിള്ളേരെ, കുഞ്ഞു കുട്ടികളെ അവരായി അവരെ പഠിത്തം, പിന്നെ അവരുടെ ന്യൂട്രീഷൻ, അവരുടെ മെഡിക്കൽ പ്രാക്ടീസ് എല്ലാം നമ്മൾ പറഞ്ഞിരിക്കണം. കൊച്ചു കുട്ടികളാണല്ലേ നമ്മുടെ മുന്നിൽ വരുന്നത്, വലിയ ആൾക്കാരൊന്നുമില്ല. ഒരു പ്രൊഫസർ, PhD കിട്ടിയ ഒരു പ്രൊഫസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വന്ന് നിന്ന് എന്ത് ലെക്ചർ ക്ലാസ് കുറെ ഒരു ക്രൗഡിന് കൊടുത്താലും അവിടെ ആര് ശ്രദ്ധിക്കുന്നു ആര് ശ്രദ്ധിക്കുന്നില്ല, ഡസന്റ് മാറ്റർ. ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. വലിയ വലിയ ഏജിലുള്ള പിള്ളേരായിരിക്കും, ഗ്രാജുവേറ്റ്സ് ആയിരിക്കാം, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആയിരിക്കാം ഒരു പ്രൊഫസറുടെ ക്ലാസ്സിൽ ഇരിക്കുന്നത്. അതേസമയം നമ്മുടെ മുന്നിൽ വരുന്നത് വളരെ പ്യുവർ സോൾസ് ആണ്, വളരെ പരിശുദ്ധമായ ഹൃദയമുള്ളവരെന്ന് കുറച്ചുകൂടെ മലയാളത്തിൽ പറയുവാണെങ്കിൽ അതുപോലുള്ള നിഷ്കളങ്കരായ കുട്ടികളാണ് വരുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ അവരുടെ ഉള്ളിലേക്ക് കയറുക, അവരുടെ ഹൃദയത്തിലേക്കും ബ്രെയിനിലേക്കും അവർ ഫീഡ് ചെയ്യാണ്. നമ്മൾ എന്താണോ പകർന്നു കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അവരുടെ ആക്ടിവിറ്റീസ് മുഴുവനും.
3 വയസ്സ് കഴിയുമ്പോഴാണ് നമ്മൾ സാധാരണ കുട്ടികളെ അംഗൻവാടികളിലേക്ക്, അല്ലെങ്കിൽ 2.5 വയസ്സ് അല്ലെ, 2.5 വയസ്സ് കഴിയുമ്പോഴാണ് അംഗൻവാടികളിലേക്കും അല്ലെങ്കിൽ പ്രീ സ്കൂൾ, പ്ലേ സ്കൂൾ അങ്ങനെയുള്ള ഇടങ്ങളിലേക്കും വിടുന്നത്. ശരിയല്ലേ? അതുവരെയും കുട്ടി എവിടെയായിരിക്കും വളരുന്നത്? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. എന്തോ? പേരൻസിന്റെ കൂടെ ആയിരിക്കും. അമ്മയുടെ കൂടെ. എന്റെ സൈഡിൽ പേരൻസിനൊപ്പം എന്തോ പാരന്റ്സിന്റെ അടുത്തായിരിക്കും. യെസ്, ഡെഫിനറ്റ്ലി അവര് വീട്ടിലായിരിക്കും അല്ലെ. അത്ര നമുക്ക് പാരന്റ്സ് എന്ന് പറയുന്നതിനേക്കാളും കെയർ ഗീവേഴ്സ് എന്ന് പറയാം. എല്ലാ കുട്ടികളെയും പാരന്റ്സ് തന്നെ നോക്കാനുള്ള ഭാഗ്യം എല്ലാ കുട്ടികൾക്കും കിട്ടാറുണ്ടോ? ഇല്ല. പാരന്റ്സ് നഷ്ടപ്പെടാം. അവരപ്പോ അവരുടെ കെയർ ഗീവേഴ്സ്, നമുക്ക് ജനറലി അങ്ങ് പറയാം കെയർ ഗീവേഴ്സ്. അത് പാരന്റ്സ് ആയിരിക്കാം, പിന്നെ ജോലിയുള്ളവരുണ്ടാവും. കുട്ടി ജനിച്ച് 6 മാസം കഴിയുമ്പോൾ ജോലിക്ക് പോണ അമ്മമാരുണ്ടാവും അല്ലെ. അപ്പോ അവരെ നോക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു കെയർ ഗീവർ ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കും. എന്ത് തന്നെയാലും കുട്ടി വളരുന്നത് അവരുടെ കെയർ ഗീവറുടെ തണലിലായിരിക്കും വളരുന്നത്. കുട്ടിക്ക് തന്നെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. കുട്ടി എല്ലാം ചെയ്യുന്നത് ആരുടെയെങ്കിലും സപ്പോർട്ടോട് കൂടിയാണ്. ജനിച്ച ഉടനെ നമ്മൾ പറയാറുണ്ട്, തല ഉറച്ചിട്ടില്ല, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. തല ഒന്ന് അനക്കാൻ പോലും തന്നെ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഒരു ന്യൂ ബോൺ ബേബി വരുന്നത്. പാല് വലിച്ചു കുടിക്കാൻ കുറെ ദിവസത്തെ പ്രാക്ടീസിലൂടെ നടക്കുള്ളൂ. പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യം ഡിമാൻഡ് ചെയ്യണത് അല്ലെ, അവരുടെ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ അവർ എക്സ്പ്രസ് ചെയ്യുന്നത് ഫുൾ ടൈം കരഞ്ഞ. ശരിയല്ലേ? ശരിയാണ്. അവർ പറയാൻ തുടങ്ങുന്നത് തന്നെ 1 ഇയർ ഒക്കെ ആവാറാവുമ്പോഴാണ്. അതും ശരി, അവരുടേതായ ഒരു ലാംഗ്വേജ്, കുറെ ബാബ്ലിംഗ് സൗണ്ട്, കുറെ കൂയിങ് സൗണ്ട്, ചില സൗണ്ട് കേൾക്കുമ്പോൾ ഇമിറ്റേറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ് അവരല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യ കുട്ടികള്, ഹ്യൂമൻ ബേബീസ് ഇൻകേപ്പബിൾ ആണ് ജനിക്കുമ്പോ തന്നെ. അതേസമയം ഒരു പശുക്കിടാവിനെ നിങ്ങൾ നോക്കിക്കേ, പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ എന്താ സംഭവിക്കുന്നത്? അത് വേച്ചൊക്കെ ആണെങ്കിലും ഒന്ന് ആദ്യം നടക്കും, പിന്നെ ഓടാൻ തുടങ്ങും, പിന്നെ അതിന് ആരും പഠിപ്പിക്കണ്ട, അത് പാല് സക്ക് ചെയ്യാൻ. അതിന് വിശക്കുമ്പോൾ ഓടി വന്ന് അതങ്ങ് സക്ക് ചെയ്ത് കുടിക്കും. അങ്ങനെ നമുക്ക് കാണാം പിറ്റേ ദിവസം വളരെ ആക്റ്റീവായിട്ട് ഈ പശുക്കുട്ടി ഓടി നടക്കുന്നത്. അത് എല്ലാ അനിമൽ ബേബീസിനെ നോക്കിയാലും നമുക്ക് കാണാം. കങ്കുറുവിന്റെ ബേബീസ്, ആ കങ്കുറുവിന്റെ ബേബീസിന് ജനിക്കുമ്പോഴേ അറിയില്ല അമ്മയുടെ വയറിൽ ഒരു പൗച്ചുണ്ട്. അത് എന്തിനാ? ബേബിക്ക് ഇരിക്കാനാ. അത് അതിനെ ആരും പഠിപ്പിച്ചു കൊടുക്കോ, അതിൽ കൊണ്ട് ഇരുത്തോ വേണ്ട. അത് ജനിച്ച ഉടനെ തന്നെ കുറെ കളിച്ചു കഴിയുമ്പോൾ ഓടി വന്ന് അമ്മയുടെ പൗച്ചിലേക്ക് തന്നെത്താനിരിക്കും. അപ്പോ ഹ്യൂമൻ ബേബീസിനെല്ലാം ജനിക്കുമ്പോ തന്നെ അങ്ങനെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, അവരുടെ സവിശേഷതകൾ, അവരുടെ ഒരു പ്രത്യേകതകളുണ്ട്. അവർ പെട്ടെന്ന് തന്നെ അഡാപ്റ്റഡ് ആകുന്നു. ദാറ്റ് മീൻസ് പൊരുത്തപ്പെടുന്നു. അവർ പെട്ടെന്ന് തന്നെ പൊരുത്തപ്പെടുന്നു സിറ്റുവേഷൻസുമായിട്ട്. ബട്ട് ഹ്യൂമൻ ബേബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സമയമെടുക്കും. അവർ ഇൻഡിപെൻഡന്റ് ആകുന്നത്, തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വീണ്ടും സമയമെടുക്കും അല്ലെ. അവരുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പതുക്കെയാ തുടങ്ങുന്നത്. അവരുടെ ബോഡി ഗ്രോത്ത്, വളർച്ച ഓരോരോ ഘട്ടങ്ങളിലായിട്ട് നമുക്ക് വിസിബിൾ ആണല്ലേ. പക്ഷെ അവരുടെ മാനസിക വികാസം, മെന്റൽ ഡെവലപ്മെന്റ്, അവരുടെ ബുദ്ധിയുടെ വികാസം, ഇതെല്ലാം സ്ലോ പ്രോസസ് ആയിട്ടാണ് തുടങ്ങുന്നത്. ബട്ട് 3 to 6 years, 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ ബുദ്ധി വികാസം, മാനസിക വളർച്ച ഭയങ്കര സ്പീഡിലായിരിക്കും. അപ്പോ ആ സമയത്ത് അവരുടെ ഈ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടാകണം. ഒരു കുഞ്ഞ് വളരുന്ന എൻവിയോൺമെന്റ്, സാഹചര്യം, സറൗണ്ടിങ്സ്, വീടായിരിക്കും ആദ്യം. കുറച്ച് കഴിയുമ്പോൾ 3 വയസ്സ് കഴിയുമ്പോൾ അവരെങ്ങോട്ട് പോകും? സ്കൂളിലേക്ക് പോകും അല്ലെ. പിന്നെ അവർ ഏത് സറൗണ്ടിങ്സിലേക്കാ പോകുന്നത്? വീട്, സ്കൂള് കഴിഞ്ഞാൽ പിന്നെ എവിടെയാ പോകുന്നത്? സമൂഹം, സൊസൈറ്റി. അപ്പൊ ഒരു കുട്ടിയുടെ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ആണ് ഹോം, സ്കൂൾ, സൊസൈറ്റി. അപ്പൊ ഈ 3 എൻവിയോൺമെന്റ്, 3 ഏരിയകളാണ്. ഈ 3 ഏരിയ ഇപ്പം ജനിക്കുമ്പോ തന്നെ കുട്ടി പുറത്തു പോവാന്ന് പറഞ്ഞാൽ അമ്മയുടെ, അച്ഛന്റെ അല്ലെങ്കിൽ കെയർ ഗിവറിന്റെ കൂടെയായിരിക്കും. പക്ഷേ കുറച്ച് വളർന്നു കഴിയുമ്പോൾ സൊസൈറ്റിയിലേക്ക് തന്നെ ഇറങ്ങേണ്ട കുട്ടികളാണല്ലേ. നമുക്കറിയാം നമ്മുടെ വീട്ടിലെ ചുറ്റുപാട്, അവർക്ക് സേഫ്, സെക്യൂർ കൊടുക്കാനുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും നമുക്കുണ്ട്. സ്കൂളിൽ എത്തുമ്പോൾ ടീച്ചേഴ്സ്, ആ സ്കൂളിന്റെ മാനേജ്മെന്റ് കുട്ടികളെ സേഫ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കും അവര് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്.
അതേസമയം സ്കൂള് കഴിഞ്ഞു, സ്കൂളിന്റെ കാലഘട്ടം കഴിഞ്ഞ് പിന്നെ അവര് സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോ സൊസൈറ്റിയിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെ, പല സോഷ്യൽ ഇഷ്യൂസ് സൊസൈറ്റിയിലുണ്ട്. അപ്പൊ ഇതിനെ ഫേസ് ചെയ്യാനും ഗുഡ് ഈവിൾ, നല്ലത് ചീത്ത മനസ്സിലാക്കാനുമുള്ള ബോധം കുട്ടികൾക്ക് വരണമെങ്കിൽ അവരെ ചെറിയ ക്ലാസ് അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നമ്മൾക്ക് ശരിയായ രീതിയിലുള്ള ഒരു അവയർനെസ് കിട്ടിയില്ല, നമ്മൾ ജോയിൻ ചെയ്തു, ഫീസ് അടച്ചു, ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തില്ല, അങ്ങനെയൊക്കെ എക്സാംസ് ഒക്കെ എഴുതി, ആ സർട്ടിഫിക്കറ്റ് കിട്ടി, നമ്മൾ ഒന്നും മെത്തേഡ് അറിയാതെ നമ്മൾ പോവാണ് ഒരു കുഞ്ഞിനെ പഠിപ്പിക്കാൻ. സോ നമ്മൾ ആ കുട്ടിയോട് ചെയ്യുന്നത് ശരിയാണ്? ഒരു കുട്ടിയാവില്ല, ഒരു 20-30 കുട്ടികളുണ്ടാവും ഒരു ക്ലാസ്സിൽ. അപ്പൊ അത്രയും കുട്ടികളോട് നമ്മൾ ചെയ്യുന്നത് ശരിയാണ്? അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, നമ്മളൊരു കുഞ്ഞു കുട്ടിയായിട്ട് നമ്മൾ അറിയണം എങ്ങനെയായിരിക്കും ഒരു കൊച്ചു കുട്ടിയോട് പെരുമാറിയാൽ അവൻ എന്തൊക്കെ ഫീൽ ചെയ്യും, അവന്റെ വളർച്ചയ്ക്ക് നമ്മൾ എന്തെല്ലാം അവന് പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ ഭയങ്കര കാശ് കൊടുത്ത് പല പല സാധനങ്ങൾ വാങ്ങണം എന്നല്ല കേട്ടോ എന്റെ മീനിങ്. നമ്മൾ അവർക്ക് വേണ്ടുന്ന എന്തൊക്കെയാ പ്രൊവൈഡ് ചെയ്യണ്ടേ? അനുകൂലമായ അവരുടെ മാനസികവും ശാരീരികവുമായ അവരുടെ ബുദ്ധി വളർച്ചയ്ക്കും നമ്മള് പ്രോത്സാഹിപ്പിക്കണം. അവരുടെ കായികവും ഒക്കെ ആയിട്ടുള്ള ഒരു ബുദ്ധി വികാസം ഉണ്ടല്ലോ, അത് നമ്മൾ തയ്യാറാക്കി കൊടുക്കണം. മഞ്ജു പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. ഇത് തന്നെയായിരിക്കും പലരുടെ മനസ്സിലുള്ളത്. നമുക്ക് ഇത്രയും പേരുള്ളത് തന്നെ എല്ലാവർക്കും ഒരുമിച്ച് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഇതല്ലല്ലോ. പ്രീജി പറഞ്ഞു ലവ് ആൻഡ് കെയർ. യെസ്, നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കും അല്ലെ. വൈറ്റമിൻസ്, മിനറൽസ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ്, അയൺ, ഇതെല്ലാം വരുന്ന ഫുഡ് നമ്മൾ നമ്മുടെ ആഹാര രീതിയിൽ ഉൾപ്പെടുത്തും, ശരിയല്ലേ? നമ്മളും കഴിക്കും. കുട്ടികൾക്ക് ഓരോ ഏജില് അവർക്ക് പ്രോട്ടീൻ വേണം, എഗ് കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, നട്ട്സ് കൊടുക്കുന്നു, അങ്ങനെ പല രീതിയിലുള്ള കാർബ് ആവശ്യമുള്ളിടത്ത് കാർബ് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ പല രീതിയിൽ അവരുടെ ഭക്ഷണം നല്ല രീതിയിൽ നമ്മൾ ക്രമീകരിക്കും. ബാലൻസ്ഡ് ഡയറ്റ് അല്ലെ, നമ്മൾ അത് ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഡെഫിഷ്യൻസീസ് വരരുത്. ശരീരത്തിന്റെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസ് നമ്മൾ കൊടുക്കുന്നു. പക്ഷെ ആ കുട്ടിയുടെ മാനസിക വളർച്ചയ്ക്ക് ആവശ്യമായ ന്യൂട്രിയൻസ്, പോസിറ്റീവ് ന്യൂട്രിയൻസ് അല്ലെ, ലവ്, കെയർ, വാംത്ത്, അഫെക്ഷൻ, കമ്പാഷൻ, എംപതി, കുട്ടിയുടെ സ്നേഹം, കരുതൽ, വാത്സല്യം, അങ്ങനെ അവന്റെ വളർച്ചയ്ക്ക് അതെല്ലാം ആവശ്യമാണ്. അവൾ whatever it be, whoever it be കേട്ടോ. അവന് നമ്മള് കോമൺ ആയിട്ട് അങ്ങനെയല്ലേ പറയാറ് എപ്പോഴും. ആ കുഞ്ഞിന് വേണ്ടുന്ന പോസിറ്റീവ് ന്യൂട്രിയൻസ്, അവന്റെ മാനസിക വളർച്ചയ്ക്കും ബുദ്ധി വികാസത്തിനും ആവശ്യമായ പോസിറ്റീവ് ന്യൂട്രിയൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതേസമയം നെഗറ്റീവ് ന്യൂട്രിയൻസ് ആയ ആങ്കർ, ഷൗട്ടിങ്, പണിഷ്മെന്റ്, ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാലോ സർവ്വസമയം കുട്ടിയോട് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നല്ലൊരു ക്യാരക്ടർ ഉണ്ടാകത്തില്ല. അതെ, കുട്ടിപരമായിട്ട് പേടിക്കും, ഉൾവലിഞ്ഞു പോകും അല്ലെ. ഒട്ടും അവൻ എക്സ്പ്രസീവ് ആകില്ല, അവന്റെ കേപ്പബിലിറ്റീസ് പുറത്തേക്ക് വരില്ല. അപ്പൊ അതുകൊണ്ട് കുട്ടിയുടെ മാനസിക വളർച്ചയ്ക്ക് പോസിറ്റീവ് ന്യൂട്രിയൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതേസമയം കുട്ടി ഒരു തെറ്റ് ചെയ്യുവാട്ടെ, ട്രസ്റ്റ് ദർ പാരന്റ്സ് ആയിതർ, ശരി, അതാണ് അവർ ട്രസ്റ്റ് ചെയ്യില്ല പാരന്റ്സിനെ. അവർക്ക് പിന്നെ അവർ ഹൈഡ് ചെയ്യാൻ തുടങ്ങും വലുതാവും തോറും. ഈവൻ ഒരു സ്കൂളിൽ പോകുമ്പോൾ ചെറിയ ക്ലാസ്സിൽ റബ്ബർ, കുട്ടികളുടെ സാധാരണ പെൻസിൽ റബ്ബറും ഒക്കെ പോയിട്ടൊക്കെ ആയിരിക്കും തിരിച്ചു വരുന്നല്ലേ. അപ്പൊ ഷൗട്ട് ചെയ്യാൻ അങ്ങ് തുടങ്ങുമ്പോൾ പിന്നെ റബ്ബർ പോയാൽ അവർ മിണ്ടില്ല, അവർ ഹൈഡ് ചെയ്യാൻ തുടങ്ങും. പിന്നെ പേടിച്ചിട്ട് എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും റബ്ബർ അവരെ കൈക്കലാക്കി കൊണ്ടുവരും. കാരണം അവർക്ക് പേടിയാ, പാരന്റ്സ് പഠിക്കുകയോ അങ്ങനെ. അപ്പൊ അങ്ങനെ കുട്ടികളുടെ സ്വഭാവ രീതി മാറും. മോഷണങ്ങളും മറ്റു കുറ്റകൃത്യങ്ങളുടെ ആ രീതിയിലേക്ക് അവർ പോകും. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇനി എന്താണ് ഈ മോണ്ടിസോറി മെത്തേഡ്? നിങ്ങൾക്ക് എന്താ അറിയാവുന്നേ മോണ്ടിസോറി മെത്തേഡ്? എന്താ ഈ മോണ്ടിസോറി? മോണ്ടിസോറി മീൻസ് ലേണിംഗ് ബൈ ഡൂയിങ്, അങ്ങനെ കേട്ടിട്ടുള്ളത്. അതായത് നമ്മള് കുട്ടികളെ കൊണ്ട് അവരവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ, അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതല്ലേ ആ ഒരു ടേം ഉദ്ദേശിക്കുന്നത്. ടീച്ചിങ് ദം ത്രൂ ആക്ടിവിറ്റീസ്, ലേണിംഗ് ത്രൂ ഡൂയിങ്. ആക്ടിവിറ്റീസിലൂടെ കുട്ടികളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. വലിയൊരു ലെക്ചർ ക്ലാസ് ഒരു 4 വയസ്സുള്ള ഒരാൾക്ക്, ഇപ്പൊ ഞാൻ ഈ പറയണ പോലെ ഒരു ലെക്ചർ ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ അവരിയ്ക്കുമോ? ഇല്ല. കാരണം അവർക്ക് അതിനോടൊന്നും താല്പര്യമില്ല. അവർക്ക് വളരെ ചുരുങ്ങിയ രീതിയിൽ വളരെ കുറവാ. അപ്പൊ അവരുടെ ആ ഒരു
ആ ഒരു കാപ്പബിലിറ്റി, ആ ഒരു എബിലിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക, അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിച്ചിട്ട്. ഈ മോണ്ടിസോറി മെത്തേഡിന് ഒരു ഫൗണ്ടർ ഉണ്ടായിരിക്കുമല്ലോ, ആരാ അത്? മെത്തേഡ് കണ്ടുപിടിച്ച ഒരാളുണ്ടാവുമല്ലോ, ആരായിരുന്നു? എന്തിനാണ് അദ്ദേഹം അവര് ഡോക്ടർ മറിയ മോണ്ടിസോറിയാണ് ഈ മെത്തേഡ് ഡിസൈൻ ചെയ്തത്. അവരുടെ ഒരു മെത്തേഡായിരുന്നു. അതുകൊണ്ടാണ് മോണ്ടിസോറി സ്കൂൾ, മോണ്ടിസോറി മെത്തേഡ്, മോണ്ടിസോറി എൻവയോൺമെന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, ഡോക്ടർ മറിയ മോണ്ടിസോറി ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ഇറ്റലി. അപ്പോ ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അന്നത്തെ കാലഘട്ടത്തിൽ, യൂറോപ്പിലാണെങ്കിൽ പോലും അന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യില്ലായിരുന്നു. ആലോചിച്ച് നോക്കൂ അല്ലേ? നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിലൊക്കെ, യൂറോപ്യൻ കൺട്രീസിലൊക്കെ അതിനുള്ള ഫ്രീഡം ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ യൂറോപ്യൻ കൺട്രീസിലും പെൺകുട്ടികൾ ഹയർ സ്റ്റഡീസിനൊന്നും പോകാറില്ല. പക്ഷെ ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ, മോണ്ടിസോറി എന്ന് പറയാം ഡോക്ടർ ആവുന്നതിന് മുമ്പുള്ള കാര്യമാണല്ലോ, മോണ്ടിസോറിയുടെ മറിയയുടെ പാരന്റ്സ് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അവര് മറിയയെ എല്ലാ രീതിയിലുള്ള താല്പര്യപ്രകാരം എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്തു. അപ്പൊ മറിയ ആദ്യം ടെക്നിക്കൽ സൈഡിലായിരുന്നു പഠിച്ചത്. എലിമെന്ററി എഡ്യൂക്കേഷൻ എല്ലാം കഴിഞ്ഞ് സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് ടെക്നിക്കൽ സൈഡിലേക്കാണ് പോയത്. ജസ്റ്റ് സിമിലർ ലൈക്ക് എഞ്ചിനീയറിംഗ് അങ്ങനെ പോലുള്ള ഒരു കോഴ്സിനാണ് പോയത്. പക്ഷെ മറിയയ്ക്ക് മനസ്സിലായി ഇതല്ല എനിക്ക് പറ്റിയത്. അവർക്ക് മെഡിസിൻ ഫീൽഡായിരുന്നു താല്പര്യം. അങ്ങനെ നമ്മുടെ സംശയം ഒന്ന് മ്യൂട്ട് ചെയ്യാമോ പ്ലീസ്? ഓക്കെ, താങ്ക് യു. അപ്പോ ഇവരുടെ ആ ഒരു ടേസ്റ്റ് അതായതുകൊണ്ട് അവര് ടെക്നിക്കൽ സൈഡിൽ നിന്ന് മാറി മെഡിക്കൽ ഫീൽഡിലേക്ക് പോയി. ഇറ്റ്സ് ലൈക്ക് MBBS, നമ്മുടെ MBBS ഈക്വലന്റ് ആയിട്ടുള്ള. അവിടെയും മറിയയ്ക്ക് ഭയങ്കര ചലഞ്ചസ് ആയിരുന്നു. കാരണം ഇവരൊരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ബോയ്സ് ആയിരുന്നു. അപ്പൊ മെഡിക്കൽ സ്റ്റുഡൻസിന് വളരെ പ്രധാനമായ ഒരു സെഷനാണ് അനാട്ടമി. അനാട്ടമി ലാബിൽ എന്താണ്, നിറയെ ഡെഡ് ബോഡീസ് ഉണ്ടാവും അല്ലെ, കോപ്സ്, കെഡാവർ അല്ലെ. അത് നേക്കഡ് ബോഡീസ് ആയിരിക്കും. ഫോർമനിലൊക്കെ ഇതൊക്കെ ചെയ്ത് കുറെ നാളത്തേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലൊക്കെ വെച്ചിരിക്കുന്ന ഡെഡ് ബോഡീസ് ആയിരിക്കും. ഡെഡ് ബോഡീസ് നേക്കഡ് ആയിരിക്കും. അപ്പൊ അത്രയും ഗ്രൂപ്പ് ഓഫ് ആൺകുട്ടികളുടെ കൂടെ നിന്ന് ഈ നേക്കഡ് ഡെഡ് ബോഡീസിനെ കുറിച്ച് പഠിക്കാൻ, അതായത് ഹ്യൂമൻ ബോഡിയുടെ ഇന്റേണൽ എക്സ്റ്റേണൽ പാർട്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു സെഷനാണല്ലോ അനാട്ടമി. അപ്പൊ അങ്ങനെ വന്നപ്പോ അതും മറിയ ഫേസ് ചെയ്ത് ചലഞ്ചസ് ആയിരുന്നു. പക്ഷെ അവർക്ക് ആ ഫീൽഡിനോടുള്ള താല്പര്യം കാരണം അവർ ആ കോഴ്സ് വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. ആഫ്റ്റർ ആ ഒരു കംപ്ലീഷന് ശേഷം അവർ കൂടുതലായിട്ട് ചൈൽഡ് ഡെവലപ്മെന്റിലാണ് ഫോക്കസ് ചെയ്തത്. അവരിങ്ങനെ ഫോക്കസ് ചെയ്യാൻ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം 2 ലോകമഹായുദ്ധങ്ങൾ നടന്നിരുന്നു. അത് 1-2 ദിവസം കൊണ്ടായിരുന്നു ഈ ലോകമഹായുദ്ധങ്ങൾ തീർന്നത്. യുദ്ധം തീർന്നത് എത്ര നാളെടുത്തു? വർഷങ്ങളെടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു യുദ്ധം നടക്കണം. ഇപ്പോഴും നമ്മൾ അവിടെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ. അപ്പൊ യുദ്ധം നടക്കുവാണെങ്കിൽ ആ ഒരു സൊസൈറ്റിക്ക് എന്താ ഉണ്ടാവാൻ, ലാഭമാണോ നഷ്ടമാണോ? നഷ്ടങ്ങളായിരിക്കും. ഇനി യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സോൾജിയേഴ്സ് എത്ര വയസ്സുള്ളവരായിരിക്കും? വയസ്സായവരാണോ? നല്ല ഭാഗം യൂത്താണ് അല്ലെ. നല്ല യുവതലമുറയാണ് യുദ്ധത്തില്, നല്ല എനർജറ്റിക് ആയിട്ടുള്ള യൂത്താണ് യുദ്ധത്തിൽ വരുന്ന ആ സോൾജിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ കുറെ പേര് മരിക്കും, കുറെ പേര് ഹാൻഡിക്യാപ്റ്റ് ആവും, കണ്ണ് നഷ്ടപ്പെടും, കാല് നഷ്ടപ്പെടും, കൈ നഷ്ടപ്പെടും. അങ്ങനെ ഇനിയുള്ള ജീവിതം ദുരിതപൂർണമാകുന്ന ജീവിതത്തിലേക്ക് പോകുന്ന രീതിയിൽ ഒരു ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ അവർ മാറും. അപ്പൊ അവരുടെ ഫാമിലിക്ക് നഷ്ടങ്ങളായി. കുട്ടികൾക്ക് അച്ഛനെ നഷ്ടപ്പെടുന്നു, ഒരു അമ്മയ്ക്ക് മകനെ നഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള അവസ്ഥകളാകും ഒരു സൊസൈറ്റി മുഴുവൻ. ഇത് കണ്ട് മോണ്ടിസോറിക്ക്, മറിയയ്ക്ക് വളരെയധികം വിഷമം തോന്നി. കാരണം ഇങ്ങനെ യുവതലമുറ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം നടക്കുമ്പോൾ പല രാജ്യങ്ങൾ, ഇപ്പൊ ഒരു ലോകമഹായുദ്ധത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡില് 3-4 കൺട്രീസ് ഉണ്ടാവും, ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ 3-4 പേരുണ്ട്. അതിലൊരു ശക്തനായ ഒരു കൺട്രി ഉണ്ടാവും, അവരെ സപ്പോർട്ട് ചെയ്ത് കുറെ ചെറിയ രാജ്യങ്ങളും. ഇപ്പുറത്തെ സൈഡിലും ശക്തനായിട്ടൊരു കൺട്രി ഉണ്ടാവും, അവരെ സപ്പോർട്ട് ചെയ്തിട്ട് വേറെയും കൺട്രീസ് ഉണ്ടാവും. അങ്ങനെ പല പല നഷ്ടങ്ങൾ, രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ നഷ്ടപ്പെടും, ഭയങ്കര ദാരിദ്ര്യത്തിലേക്ക് പോകും, വീട് നഷ്ടപ്പെടും. പലയിടത്തും ബോംബും അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ സ്ഥലങ്ങളിലെ വീടും പല പല കംപ്ലീറ്റ് സാമ്പത്തിക വ്യവസ്ഥ താഴേക്ക് പോകും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടപ്പോ മറിയയ്ക്ക് ഭയങ്കര വിഷമായി. അപ്പൊ യുവതലമുറയാണ് ഈ യുദ്ധത്തിലേക്ക് പോകുന്ന സോൾജിയേഴ്സ്.
അങ്ങനെ വിചാരിച്ചു അങ്ങനെ ഒരു തലമുറയെ ജനറേറ്റ് ചെയ്യാൻ അങ്ങനെ ആക്കരുത്. അതായത് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനസ്സിൽ സ്നേഹം വെച്ചുകൊണ്ടായിരിക്കില്ലല്ലോ ആളുകൾ യുദ്ധം ചെയ്യുന്നത്. ഒപ്പണന്റ് ആയിട്ട് വരുന്നവരെ നശിപ്പിക്കുക, ആ ഒരു അഗ്രസീവ്നെസ് ആയിരിക്കും. അപ്പൊ മനുഷ്യരില് സ്നേഹവും സാഹോദര്യവും വളർത്തുവാണെങ്കിൽ ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ ഒഴിവാക്കുക എന്ന് മറിയയ്ക്ക് മനസ്സിൽ തോന്നി. അതിന് അഡൾട്ട്സിനെ പോയിട്ട് മനസ്സിലാക്കിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടല്ലേ. നമ്മൾ കേട്ടിട്ടില്ലേ, കതിരിന്മേൽ പോയി വളം വെച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കാറില്ലേ ആൾക്കാര്. മറിയയ്ക്ക് മനസ്സിലായി, ചെറുപ്പത്തിലെ തന്നെ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് കേട്ടിട്ടില്ലേ? ചെറുപ്പത്തിൽ നമ്മൾ ശീലിക്കുന്നത് നമ്മൾ വളരുന്നവരെ നമുക്കുണ്ടായിരിക്കും. അപ്പോ കൊച്ചു കുട്ടികളില് ഈ രീതിയിൽ അവരുടെ ഉള്ളില് സ്നേഹവും മറ്റുള്ളവരോട് സ്നേഹവും റെസ്പെക്റ്റും സാഹോദര്യവും വളർത്തുവാണെങ്കിൽ അവര് വലുതാവുമ്പോഴും ആ ഒരു ജനറേഷൻ അങ്ങനെ തന്നെ പോകും. അപ്പൊ അവരവരുടെ നാട്ടിൽ മാത്രം ഇത് ചെയ്യാനല്ല വിചാരിച്ചേ, അവർക്ക് ഹോൾ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം മുഴുവനും പീസ് ആൻഡ് ഹാർമണി, സമാധാനവും സന്തോഷവും. ഹാർമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസിന്റെ പീക്ക് ആട്ടോ. അപ്പൊ പീസ് ആൻഡ് ഹാർമണി ആക്കുക, നമ്മളുടെ യൂണിവേഴ്സ് മുഴുവനും പീസ് ആൻഡ് ഹാർമണിയിലേക്ക് കൊണ്ടുവരിക. അതിന് ഏറ്റവും നല്ലത് കൊച്ചു കുഞ്ഞുങ്ങളില് ഇന്റർവെൻഷൻ, ഇടപെടൽ നടത്തുക എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് മറിയ മോണ്ടിസോറി 3 to 6 ആ ഒരു ഏജ് നോക്കിയപ്പോ കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് എല്ലാം അവർ മനസ്സിലാക്കി. കാരണം അവർ കുട്ടികളുടെ പല കാര്യങ്ങളിലും. ഷംസി ഒന്ന് നോട്ട് ചെയ്യാമോ പ്ലീസ്? ഷംസി ആൻഡ് മഞ്ജു ഓൾസോ. 10 പേരുടെയൊക്കെ ഓഡിയോ ഓൺ ആയിട്ടിരിക്കല്ലേ, അപ്പൊ ഈ നമുക്ക് ഔട്ട്സൈഡ് നോയ്സ് ഒക്കെ വരുന്നു കേട്ടോ. എനിക്ക് ആക്ച്വലി ഇവിടെ എന്റെ സിസ്റ്റത്തിൽ നോയ്സ് റെഡ്യൂസിംഗ് ഉണ്ട്, പക്ഷെ എല്ലാവർക്കും ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല. ഓക്കെ ഫൈൻ, താങ്ക് യു സോ മച്ച്. ഷംസി ഒന്ന് മ്യൂട്ട് ചെയ്യാമോ പ്ലീസ്? ഓക്കെ, അപ്പൊ അങ്ങനെ മോണ്ടിസോറി ആ 3 to 6 ഏജ് സ്പാനിലുള്ള കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇന്റർവെൻഷൻ നടത്തിയാൽ അവരുടെ ഡെവലപ്മെന്റ്, അവർ ഈ ലോകം ബ്യൂട്ടിഫുൾ ആക്കുന്ന മോണ്ടിസോറിക്ക് മനസ്സിലായി, മറിയയ്ക്ക് മനസ്സിലായി. അങ്ങനെയാണ് അവർ പല അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് അനലൈസ് ചെയ്തു. അതിന് മറിയ മോണ്ടിസോറിക്ക് പല സൈക്കോ അനാലിസ്റ്റുകളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പലരും കുട്ടികളുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് കുറെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നമ്മുടെ ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓരോന്നായിട്ട് കുട്ടികൾ ഓരോ പ്രായത്തിലും എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്, ആ സമയത്ത് നമ്മൾ എങ്ങനെ കെയർ ചെയ്യണം, അവരെ എന്ത് പ്രൊവൈഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പൊ അങ്ങനെ അവര് ആ ഏജ് സ്പാനിലുള്ള കുട്ടികളിൽ ഇന്റർവെൻഷൻ നടത്താൻ വിചാരിച്ചു. അങ്ങനെ ഇവര് ഇരിക്കുന്ന സമയത്താണ് ഇവര് സ്പെഷ്യൽ കിഡ്സ് എന്ന് അറിയാലോ, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള അല്ലെ. അപ്പൊ അവർക്ക് നോർമൽ കുട്ടികളെ പോലെ മാനസിക വളർച്ചയൊക്കെ പതുക്കെ ആയിരിക്കും, ലോ ആയിരിക്കും. ഈ മെത്തേഡ് ഇവര് ഡിസൈൻ ചെയ്ത ഈ മെത്തേഡും ആക്ടിവിറ്റീസും അവർ ഈ കുട്ടികളിലാണ് ആദ്യം അപ്ലൈ ചെയ്തത്. ഏകദേശം 60 തുടങ്ങി 65 വരെ കുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരിൽ അപ്ലൈ ചെയ്തപ്പോൾ റിസൾട്ട് അമേസിംഗ് ആയിരുന്നു, ഭയങ്കര നല്ല റിസൾട്ട് ആയിരുന്നു വന്നത്. അപ്പൊ മോണ്ടിസോറി ആലോചിക്കായിരുന്നു, അപ്പൊ നോർമൽ കുട്ടികളിൽ കൊടുത്താൽ എന്തായിരിക്കും റിസൾട്ട്. ഇവരിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ഗവൺമെന്റ് അവിടെ അടുത്ത് ഇറ്റലിയിൽ തന്നെയുള്ള ഒരു ചേരി പ്രദേശം, സ്ലം ഏരിയ, സാൻ ലൊറൻസോ എന്നറിയപ്പെടുന്ന ഒരു സ്ലം ഏരിയയുടെ പ്രത്യേകത എന്താ? എനിക്ക് തൊണ്ടവേദനയായിരുന്നു. സ്ലം ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെ ഒട്ടുമേ ആൾക്കാർ മീൻസ് എഡ്യൂക്കേറ്റഡ് ഇല്ലായിരിക്കും, അവിടെ പ്രോപ്പർ വീട് ഇല്ലായിരിക്കും, ഭയങ്കര വൃത്തികേടായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. മീൻസ് വേസ്റ്റും കാര്യങ്ങളൊക്കെ. കുട്ടികൾ മീൻസ് പ്രോപ്പർലി മീൻസ് തുണി ഇല്ലായിരിക്കും, ചിലപ്പോൾ ഭക്ഷണം ഭക്ഷിക്കാൻ അവർക്ക് ആഹാരം ഇല്ലായിരിക്കും, വൃത്തി ഇല്ലായിരിക്കും, മീൻസ് പ്രോപ്പർലി മാനേർഡ് അല്ലായിരിക്കും. പാരന്റ്സ് അവരെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും? ഇല്ല, പേരൻസ് ചിലപ്പോൾ അവരെ ടേക്ക് കെയർ ചെയ്യത്തില്ല. ചിലപ്പോൾ അവരെ വർക്ക് സ്റ്റേഷൻ ഇവിടെ പോകുന്നത് അവിടെ തന്നെ അവരെ കൂടെ കൊണ്ടുപോകും. ചിലപ്പം അതിന്റെ കുറെ മൂത്ത പിള്ളേരുണ്ടായിരിക്കും, അവരുടെ കൂടെ വിടും. സുബി തന്നെ പേരുന്നതായിരിക്കണം. സുബി പറഞ്ഞ പോലെ തന്നെ അതെ, സ്ലം ഏരിയ എന്ന് പറഞ്ഞവര് വളരെ പുവർ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, ഫിനാൻഷ്യലി വീക്ക് ആയിരിക്കും, പ്രോപ്പർ ആയിട്ടുള്ള ഒരു വീട് ഉണ്ടായിരിക്കില്ല, അവിടെ വൃത്തിഹീനമായ ഒരു അന്തരീക്ഷമായിരിക്കും. പാരന്റ്സ് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് അന്നത്തെ ഇതിന് വേണ്ടിയിട്ട് അവരെന്തെങ്കിലുമൊക്കെ ലേബർ വർക്കിന് രാവിലെ തന്നെ പോകും, വളരെ ലേറ്റ് ആയിട്ടായിരിക്കും തിരിച്ചു വരിക. ആ സമയത്ത് ഈ കുട്ടികൾ ഇങ്ങനെ അവിടെ ഇവിടേക്ക് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. പ്രോപ്പറായിട്ട് ഭക്ഷണമില്ല, വസ്ത്രം ഉണ്ടാവില്ല, പിന്നെ തമ്മിൽ തല്ലും. കുട്ടികൾ തമ്മിൽ ഭയങ്കര ഒരു
വഴക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഭയങ്കര വയലന്റ് നേച്ചർ ആയിരിക്കും, അഗ്രസീവ്നെസ് ആയിരിക്കും, അൺഫ്രണ്ട്ലി, ഒട്ടും ഫ്രണ്ട്ലി അല്ലാത്ത രീതിയിൽ പെരുമാറുന്ന കുട്ടികളായിരിക്കും. എല്ലാം നശിപ്പിക്കുന്ന ഒരു ഡിസ്ട്രക്റ്റീവ് നേച്ചർ, അങ്ങനെ ഒരു ഡിസ്റ്റർബിങ് ക്യാരക്ടർ, അങ്ങനെയുള്ള കുട്ടികളായിരിക്കും പൊതുവെ സമ്മേരിയം. വേറെ നമ്മൾ പറഞ്ഞു, ഒരു കുട്ടി വളരുന്ന സറൗണ്ടിങ്സ് അതിന്റെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നു. വീട്, സ്കൂൾ, സൊസൈറ്റി. ഈ കുട്ടികൾ വളരുന്ന സാഹചര്യം വളരെ നെഗറ്റീവായി പോകും അല്ലെ. അങ്ങനെ അവിടുത്തെ ലോക്കൽ അതോറിറ്റി ഈ കുട്ടികളെ ഒന്ന് റീഹാബിറ്റേറ്റ് ചെയ്യാനായിട്ട്, ഇവരെ ഒന്ന് ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഒരു ഡേ കെയർ അല്ലെങ്കിൽ ക്രഷ് അല്ലെ, ഡേ കെയർ അറിയാലോ, അത് തുടങ്ങാൻ വേണ്ടിയിട്ട് മറിയെ അപ്രോച്ച് ചെയ്തു. അപ്പൊ ഡോക്ടറായി അവര് ഡോക്ടർ മോണ്ടിസോറിയെ അപ്രോച്ച് ചെയ്തു. അപ്പൊ ഡോക്ടർ മോണ്ടിസോറി ഇങ്ങനെ കുട്ടികളിൽ പല ഇന്റർവെൻഷൻ നടത്തുന്നതുകൊണ്ടാണ് അങ്ങനെ അപ്രോച്ച് ചെയ്തത്. അങ്ങനെ മറിയുടെ അടുത്ത് ചെന്നപ്പോ മറിയ അങ്ങനെയാണ് സാൻ ലൊറൻസോയില് ആദ്യമായിട്ട് ഒരു മോണ്ടിസോറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോ ഈ മോണ്ടിസോറി സ്കൂൾ എന്ന് പറയാൻ മറിയയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. കാരണം ഇത് സ്കൂള് പോലെയല്ല, ട്രഡീഷണൽ സ്കൂൾ, സാധാരണ സ്കൂൾ പോലെയുള്ളതല്ല. മറിയ അതിന് ഇട്ട പേരാണ് കാസാ ഡി ബാംപിനി. കാസാ ഡി ബാംപിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറ്റാലിയൻ വേർഡാണ്. അതിന്റെ മീനിങ് ചിൽഡ്രൻസ് ഹൗസ് എന്നാണ്. അല്ലെ, ഈ സ്കൂൾ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഹോം ആയിരിക്കണം കുട്ടികൾക്ക്. ടീച്ചർ എന്ന് പറയുന്നത് കുട്ടികളുടെ ഒരു അമ്മ തന്നെയായിരിക്കണം, കുട്ടികൾക്ക് രണ്ടാമത് കിട്ടുന്ന ഒരു മദർ ആയിരിക്കണം, അങ്ങനെയല്ലേ പറയുന്നത്. അങ്ങനെ ചിൽഡ്രൻസ് ഹൗസ് അവർ സ്റ്റാർട്ട് ചെയ്യും. അവിടെ അടഞ്ഞു കിടക്കുന്ന ക്ലാസ് റൂമുകളില്ല, എല്ലാം ഓപ്പൺ ആയിരുന്നു, എല്ലാം ചൈൽഡ് ഫ്രണ്ട്ലി ആയിരുന്നു. നിറയെ വരാന്തകൾ ഉണ്ടായിരുന്നു, ഔട്ട്സൈഡ് ആയിട്ട് കണക്ട് ചെയ്യുന്ന വരാന്തകൾ ഉണ്ടായിരുന്നു. അതായത് ഒരു കുഞ്ഞിനെ തന്നെത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതെല്ലാം ആ ഒരു എൻവിയോൺമെന്റിൽ, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റ് എന്നാണ് അതിനെ അറിയപ്പെട്ടത്. ക്ലാസ് റൂം എന്നല്ല, എല്ലാം ചൈൽഡ് സൈസ്ഡ് ആയിരുന്നു. ചെറിയ ചെറിയ ഷെൽഫുകൾ, ഓപ്പൺ ഷെൽഫുകൾ, ചെറിയ ചെയർ, സ്റ്റൂൾ, ഡെസ്ക്, ടേബിൾ, അങ്ങനെയുള്ളതല്ല. അപ്പൊ കുട്ടികൾക്ക് തന്നെ പോയി ഓരോന്ന് എടുത്തുകൊണ്ട് വന്ന് തന്നെ അവർക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്ട് കുറേ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാനത് അങ്ങനെ അവർ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഈ കുട്ടികൾ തുടക്കത്തിൽ അവർക്ക് കൈ കിട്ടുന്നതൊക്കെ നശിപ്പിക്കും, അവർ മര്യാദയ്ക്ക് അടങ്ങിയിരിക്കില്ല, മറ്റു കുട്ടികളെ ഉപദ്രവിക്കും, അങ്ങനെയൊക്കെ ഭയങ്കര ഡിസ്റ്റർബിങ് ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ ഇവരെ ഈ ആക്ടിവിറ്റീസിലൂടെ കൊണ്ടുപോയപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ചില കുട്ടികൾ എന്നിട്ട് നമ്മൾ അങ്ങോട്ട് ഡയറക്ട്ലി പറഞ്ഞു കൊടുത്ത് അവര് ചെയ്യില്ല. അവരെ മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ സൈഡിലിരുന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവര് നോക്കും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് വന്നിരിക്കും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഇപ്പോഴും നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്ന് നമ്മൾ ചെയ്യുവാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവര് ഇൻട്രസ്റ്റ് എടുത്ത് അങ്ങനെ പല രീതിയിൽ അവരുടെ മൈൻഡിനെ ചേഞ്ച് ചെയ്യിച്ച്, അത് 1-2 ദിവസം കൊണ്ടൊന്നും ആ പ്രോഗ്രസ് വന്നില്ല, മാസങ്ങൾ എടുത്തു. ആ കുട്ടികൾ അങ്ങനെ അവരുടെ ഡീവിയേറ്റഡ് കുട്ടികൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഇതുപോലെ ഡിസ്റ്റർബിങ് നേച്ചർ, വയലൻസ്, പിന്നെ അതിൽ തന്നെ സ്ലീപ്പി, ചില കുട്ടികൾ ഒരിടത്ത് കൊണ്ടിരുത്തി അവിടെ തന്നെ ഇരിക്കും, പക്ഷെ ഒന്നും ചെയ്യില്ല, ഭയങ്കര ലേസി ആയിട്ട് സ്ലീപ്പി ആയിട്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ ഡീവിയേറ്റഡ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് മറിയ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പൊ ഡോക്ടർ മോണ്ടിസോറി ഇവരെ പല പല രീതിയിലുള്ള ആക്ടിവിറ്റീസിലൂടെ കടത്തിവിട്ടപ്പോ അവർക്ക് പ്രൊവൈഡ് ചെയ്തു ഫ്രീഡം. അവർക്ക് ഫ്രീഡം കൊടുത്തു, എന്ത് ചെയ്യാനുള്ള ഫ്രീഡം. അങ്ങനെ ആ ഫ്രീഡം അവരെ പതുക്കെ പതുക്കെ അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യം തോന്നി. അങ്ങനെ നമ്മളൊരു കുഞ്ഞിന് അവൻ ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യാനായിട്ടൊരു ഫ്രീഡം കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. പിന്നെ നമ്മൾ പറയണത് അവരങ്ങ് അനുസരിക്കും. നമ്മൾ അടി കൊടുത്തോ പേടിപ്പിച്ചോ അവരുടെ ഡിസിപ്ലിൻ വരുത്തേണ്ട ആവശ്യമില്ല, അവരെ ഒബീഡിയന്റ് ആക്കേണ്ടി വന്നില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാനായിട്ടൊരു ഫ്രീഡം കൊടുത്തു കഴിഞ്ഞപ്പോ അവർ ഭയങ്കര ഹാപ്പി ആയി. ഒരു ജഗ്ഗില് വെള്ളം നിറയ്ക്കണം, നമ്മൾ നിറച്ചോണ്ടിരിക്കുക, വന്നിട്ട് കുഞ്ഞു പറയാ ഞാൻ നിറയ്ക്കാന്ന് പറയും, വേണ്ട നീ ചെയ്താ ഇവിടെ മുഴുവൻ നശിപ്പിക്കും, വെള്ളമാകുന്നു പറയും. ഇത് കേൾക്കുന്നതേ കുട്ടിയുടെ ഉള്ളില് ഐ ആം ഗുഡ് ഫോർ നത്തിങ്, എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ എന്ത് ചെയ്താലും ആകെ ബുദ്ധിമുട്ടായിരിക്കും, ആ രീതിയിലുള്ള ഫീല് കുഞ്ഞിന് വരുന്നു. അപ്പൊ അവനെ കുറിച്ച് തന്നെ ഒരു കോൺഫിഡൻസ് താഴുക. അതേസമയം ജഗ്ഗില് വെള്ളം നിറയ്ക്കാൻ നമ്മൾ വലിയ പാത്രത്തിൽ നിന്നായിരിക്കും ഒഴിക്കുന്നത്, അവനൊരു കൊച്ചു പാത്രം കൊടുക്കുക, എന്നിട്ട് ജഗ്ഗിൽ അവൻ പലതവണയായിട്ട് ഫില്ല് ചെയ്യട്ടെ, എന്നിട്ട് വേണമെങ്കിൽ ആ ഒരു കൊച്ചു നാപ്കിൻ ടവല് കൊടുക്കുക, വെള്ളം തെറിച്ച് വീണിട്ടുണ്ടെങ്കിൽ അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട്. കുട്ടി വളരെ ഹാപ്പി ആയിട്ട് ആ ആക്ടിവിറ്റി ചെയ്യുന്നു. നമുക്കെന്താ എൻഡ് റിസൾട്ടേ നമുക്കുള്ളൂ അല്ലെ, ആ ജഗ് നിറയ്ക്കുക എന്നുള്ളത് മാത്രം. പക്ഷെ ആ കുഞ്ഞിന് എന്തോ പ്രൗഡ് ഫീൽ ആയിരിക്കും, ഓ അമ്മ എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചല്ലോ, അവന് ഭയങ്കര പ്രൗഡ് ഫീൽ ആയിരിക്കും. നമ്മൾ ശ്രദ്ധിക്കണം, കുട്ടി ചെയ്യുമ്പോൾ കുട്ടിക്ക് അപകടങ്ങൾ വരാതെ, ഇപ്പൊ ജഗ് ഗ്ലാസിന്റെ ആകാം, സ്റ്റീലിന്റെ ആകാം, കുഞ്ഞു കൈകളാണ് അല്ലെ. അതുകൊണ്ട് അത് നമ്മളുടെ ഒരു മേൽനോട്ടത്തിൽ
നമ്മൾ ചെയ്യുക. ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നവര് നോക്കിക്കൊണ്ടേയിരിക്കും. നമ്മൾ കൈമുറിക്കാറില്ലേ? കുട്ടികൾ ശ്രദ്ധയോടെ ചെയ്യും, അവർക്ക് അപകടം ഉണ്ടാവില്ല. അത് ചെയ്യാം. ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ പഠിപ്പിക്കാം. പിന്നെ പാത്രമൊക്കെ കഴുകുന്ന ഒരു ഏജ് ആയാൽ അത് ചെയ്യിക്കാം. ഇനി അതല്ല, കുഞ്ഞ് ഏജ് ആണെങ്കിൽ കഴുകിയ പാത്രങ്ങൾ ടൗല് കൊണ്ട് തുടച്ച് ഡ്രൈ ആക്കാൻ അത് വെക്കേണ്ട ഷെൽഫ് കാണിച്ചു കൊടുത്താൽ അതൊക്കെ അവര് ചെയ്യും. പരിപ്പ്, കടല ഇതൊക്കെ നമുക്ക് കണ്ടെയ്നറിലേക്ക് ഇട്ട് വെക്കണം, അത് അവരെ ഏൽപ്പിക്കാം. അപ്പൊ താഴെ പോവും, അത് കുറേ പോവും. ഒരു വലിയ നല്ല നീറ്റ് ആയിട്ടുള്ള ട്രേ കൊടുക്കുക, അതിന്റെ മുകളിൽ പാത്രം വെക്കുക. ഇതിന്ന് അതിനകത്തേക്ക് ബോർ ചെയ്യാനായിട്ട് കുട്ടിയോട് പറയാം, അതിനകത്തേക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറയാം. 1 2 ഒക്കെ പുറത്തേക്ക് തെറിച്ചു പോയാൽ അത് ആ ട്രെയിൽ വീഴും. അത് കൗണ്ട് ചെയ്ത് ഇടുമ്പോൾ അവൻ കൗണ്ടിങ് കൂടെ പഠിക്കും. അപ്പൊ അങ്ങനെ 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 നമ്മുടെ അടുക്കള തന്നെ അവർക്ക് ഒരു പ്രാക്ടിക്കൽ ചെയ്യാനുള്ള ഒരു ലാബാക്കി മാറ്റാം, നമ്മുടെ കിച്ചൺ തന്നെ. മോണ്ടിസോറി എൻവയോൺമെന്റിലും അറിയാം. മോണ്ടിസോറി ഡിസൈൻ ചെയ്ത ഈ സ്കൂളിൽ എന്ന് മനസ്സിലാവാൻ വേണ്ടി പറയണം കേട്ടോ, ശരിക്കും ചിൽഡ്രൻസ് ഹൗസ്, അതിനകത്തും ഒരു കുക്കിംഗ് ഒരു കിച്ചൺ ഉണ്ട്. പ്രാക്ടിക്കൽ ഏരിയ എന്നാണ്, ലൈഫ് ഏരിയ എന്നാണ് കുട്ടികൾ അത് മോണ്ടിസോറി പറഞ്ഞത്. കുട്ടികൾക്ക് ലൈഫ് സ്കില്ലാണ് ആദ്യം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ചുമ്മാ കുറെ പഠിപ്പിക്കുക, ലെസൺസ് പഠിപ്പിക്കുക എന്നുള്ളതല്ല, ലൈഫ് സ്കില്ലാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മള് ഈ ഒരു മെത്തേഡ് നമുക്ക് അറിയാം. ഇപ്പൊ പറഞ്ഞു മിസ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, കുട്ടിക്ക് ഫ്രീഡം കൊടുക്കും, ഫ്രീഡം കൊടുക്കും. കുട്ടികൾക്ക് ഫ്രീഡം കൊടുത്താൽ കുട്ടികളെ എന്താ പറയാ, അവര് വളരെ മോശമായി പോവും എന്നൊക്കെ എല്ലാരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അവർക്ക് കൺട്രോൾ ചെയ്യണം, അവർ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തണം. ഫ്രീഡം കൊടുക്കണം, പക്ഷെ അതിന്റെ കൺട്രോൾ നമ്മളുടെ കയ്യിലായിരിക്കണം. അതായത് നമ്മളൊരു സർക്കിൾ വരച്ചാൽ ആ സർക്കിളിനുള്ളിലായിരിക്കണം കുട്ടി നിൽക്കേണ്ടത്. നമ്മൾ തീരുമാനിക്കും ആ സർക്കിളിന്റെ വലിപ്പം എത്ര കൂട്ടണം, എത്ര കുറയ്ക്കണം. പട്ടം കണ്ടിട്ടില്ലേ? പട്ടം നമ്മൾ ഇങ്ങനെ ഫ്ലൈ ചെയ്യിക്കുമ്പോൾ പട്ടം വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഫ്ലൈ ചെയ്യുന്നു. പക്ഷെ താഴെ നിന്ന് നമ്മളല്ലേ കൺട്രോൾ ചെയ്യുന്നേ. നമ്മൾ തീരുമാനിക്കും എത്ര ഉയരെ പോകണം, എത്ര താഴെ. നമ്മൾ വലിച്ചു താഴേക്കിട്ട് താഴെ വരും. നമ്മൾ പതുക്കെ പതുക്കെ ഈ ഇതിങ്ങനെ ലൂസ് ചെയ്യുമ്പോഴാണ് ഇതിങ്ങനെ ഫ്രീ ആയിട്ട് പട്ടം പറക്കുന്നത്, അല്ലെ? ഇതൊക്കെ അതാണ് ഫ്രീഡം എങ്ങനെ കൊടുക്കണം എന്ന് ശരിക്കും ആ ഒരു കെയർ ഗീവർക്ക് അറിയാം, ആ ഒരു ടീച്ചർക്ക് അറിയാം. സ്കൂളിൽ കുട്ടി വരുമ്പോ ആ ഒരു ടീച്ചർക്കും അതറിയാം. അപ്പൊ അങ്ങനെ വേണം, ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾക്ക് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ കുട്ടിക്ക് പല പല ആക്ടിവിറ്റീസ് കൊടുക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആക്ടിവിറ്റിയിലൂടെ കുട്ടിയെ ലേണിംഗ് പ്രോസസ്, അപ്പൊ നമുക്കറിയാം കുട്ടി ലേണിംഗ് എൻവിയോൺമെന്റ്, ആ ലേണിംഗ് പ്രോസസ് നടക്കുന്ന എൻവിയോൺമെന്റ് അതുപോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ആ ലേണിംഗ് പ്രോസസ്സിലൂടെ കുട്ടി മാത്രമല്ല നമ്മളും കടന്നു പോവാണ്. അപ്പോ അതിൽ നിന്നുണ്ടാകുന്ന എക്സ്പീരിയൻസസ് നമ്മളും കുട്ടികളും ഒരുപോലെയാണ് കിട്ടുന്നത്. അല്ലാതെ നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ കയറി നിന്ന് ചൂരലുമായിട്ട് നിന്ന് ബോർഡിൽ എഴുതി പഠിപ്പിക്കലല്ല. നമ്മളും കുട്ടികളും ഒരുപോലെ ആ ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകണം. നമ്മളും അവരും വേറെ വേറെ അല്ല, ഒന്നാണെന്നുള്ളൊരു ഫീലാണ്, ഒരു വി ഫീൽ വരണം. അല്ലാതെ ഞാൻ ടീച്ചറാണ്, ഞാൻ പറയുന്നത് മുഴുവൻ നീ കേൾക്കണം എന്നുള്ള രീതിയിലല്ല. നമ്മള് കുട്ടിയാണെങ്കിലും അതൊരു ഇൻഡിവിജ്വൽ ആണ്, അതിനൊരു പേഴ്സണാലിറ്റി ഉണ്ട്, അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അവന്റെ ഇമോഷൻസിനെ എല്ലാം നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് ആണ് ഇവിടെ മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു പ്രത്യേകത. പക്ഷെ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇപ്പൊ അറിയാം ഓരോ സയന്റിഫിക്, ഈവൻ എന്റെ അമ്മ ഇരുന്ന് പറയണ്ടായിരുന്നു. ഇപ്പൊ അമ്മ പേരക്കുട്ടികളെയൊക്കെ ചേച്ചി ഗൾഫിൽ പോയ സമയത്ത് ചേച്ചിയുടെ കുട്ടികളെ വീട്ടിൽ നോക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ പറയായിരുന്നു, ഇങ്ങനെ കുട്ടികളെ നോക്കണം എന്നുള്ളത് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. ഇതറിഞ്ഞിരുന്നേ ഞാൻ നിങ്ങളെ പണ്ട് ഇതുപോലെ നോക്കിയേനെ എന്ന് അമ്മ ഇങ്ങനെയായിരുന്നു പറയാം. ഞാനിങ്ങനെ ചിരിക്കും കേട്ടോ. കാരണം അതാണ് ഒരു സയന്റിഫിക് രീതിയുണ്ട് കുഞ്ഞുങ്ങളെ നോക്കാൻ. അത് നമ്മളുടെ ഗ്രാൻഡ് പാരന്റ്സിന് ചേർത്ത് നല്ലപോലെ അറിയാം. അപ്പൊ അതാണ് അവര് പറയുമല്ലോ, ഇങ്ങനെ അങ്ങനെ പറയരുത് കുട്ടികളോട്, അങ്ങനെ പറഞ്ഞാൽ അവരുടെ മനസ്സിങ്ങനെയായി പോകും. അതൊക്കെ ഈ ഒരു അവര് ഈ മെത്തേഡൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ. അവര് ചിലര് പറയും അതിനെപ്പറ്റി. പിന്നെ നമ്മളൊരു അമ്മയാകുമ്പോ, പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, മാതൃത്വം, മദർഹുഡ് എന്ന് പറയുന്നത് കുട്ടിയെ പ്രസവിച്ചാൽ മാത്രം കിട്ടുന്ന സാധനമല്ല, അത് എല്ലാവരിലും ഉണ്ട്. ഈവൻ മെയിലിലും ഉണ്ട്. ഒരു കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്ത് അതിന് വേണ്ടുന്ന വാംത്, കെയർ, അഫെക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാവരിലും ഈ മദർഹുഡ് ഉണ്ട്. സെയിം ആസ് ഫാദർഹുഡ് അതുണ്ട്. അല്ലാതെ അമ്മയായാൽ മാത്രമാണ് ഈ മദർഹുഡ് ഉണ്ടാവുക എന്നുള്ളത് കേട്ടോ. അതുകൊണ്ട് ഇത് നമ്മുടെ ഉള്ളിലുണ്ട്, ആ ഒരു ലവ്, കെയർ, കമ്പാഷൻ നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് കൊച്ചു കുഞ്ഞിനെ കാണുമ്പോൾ നമ്മൾ അതിനെ താലോലിക്കുന്നത്. അതിന്
പ്രസവിച്ച അമ്മയായവർക്ക് മാത്രമല്ല കേട്ടോ അതുണ്ടാവുക, അത് എല്ലാവരിലും ഉണ്ട്. അപ്പൊ ആ ഒരു പൊട്ടൻഷ്യൽ നമ്മളുടെ ഉള്ളിലുണ്ട്. അപ്പൊ നമ്മളുടെ മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ശരിക്കും തന്നെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ്. അപ്പൊ ആ മോണ്ടിസോറി മെത്തേഡ് കൊണ്ടുവന്നു, ഈ പറഞ്ഞ വയലന്റ് നേച്ചർ കാണിച്ച കുട്ടികളെല്ലാം നോർമലൈസ്ഡ് ആയി. നോർമലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ആയി, അവരെല്ലാം പെട്ടെന്ന് ചെയ്തു തീർത്തു, ടോപ്പായി, നല്ല മാർക്ക് കിട്ടി. പെർഫെക്റ്റ് എന്നൊന്നുമല്ല മീനിങ്. അവര് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ അവർ ചെയ്യുന്ന ആക്ടിവിറ്റി അവര് വളരെ സന്തോഷത്തോടു കൂടി കംപ്ലീറ്റ് ചെയ്തു. ഒരു അക്കംപ്ലിഷ്മെന്റ്, ഒരു അച്ചീവ്മെന്റ്, ആ പ്രൗഡ് ഫീൽ അവർക്ക് വന്നു. ചിലപ്പോ ഒരു കുട്ടി ആ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ½ എടുക്കണ്ടാവും, വേറൊരു കുട്ടി 1 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും, വേറൊരു കുട്ടി 10 മിനിറ്റ് കൊണ്ട് ചെയ്തു കാണും. പക്ഷെ അവിടെ നമ്മൾ വേർതിരിവില്ല, അവര് സക്സസ്ഫുൾ ആയി. അതേ ഉള്ളൂ അവിടുത്തെ റിവാർഡ് എന്ന് പറയുന്നത്. ആദ്യം ചെയ്ത് തീർത്ത കുട്ടിക്ക് നമ്മൾ പ്രൈസ് കൊടുക്കലോ ഒന്നുമില്ല. നമ്മൾ എപ്പോഴും കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കുട്ടിയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ മറ്റു കുട്ടികൾക്ക് അത് വേദന ഉണ്ടാക്കരുത്. നമ്മുടെ വീട്ടില് കുട്ടികൾ ഉണ്ടെങ്കിൽ പോലും ഒരു കുട്ടിയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ മറ്റേ ആൾക്ക് അതൊരു എനിക്കൊന്നും കഴിഞ്ഞില്ലല്ലോ ആ ഒരു ഫീല് വരരുത്. ആ രീതിയിൽ വേണം കുട്ടികളെ മാനേജ് ചെയ്യാൻ. അതുകൊണ്ട് മോണ്ടിസോറി മെത്തേഡില് മാർക്സ് ഇല്ല, പോയിന്റ്സ് ഇല്ല, ഗ്രേഡ് ഇല്ല, റിവാർഡ്സ് ഇല്ല, പണിഷ്മെന്റ് ഇല്ല. അതാണ് മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു കുട്ടികൾക്ക് കിട്ടുന്ന റിവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഞാൻ ഇത് അച്ചീവ് ചെയ്തു, ആ ഒരു ഫീൽ തന്നെയാണ് അവിടുത്തെ റിവാർഡ്. അവർ ശ്രദ്ധിക്കില്ല റിവാർഡിനോട്. അപ്പൊ നിങ്ങൾക്ക് തോന്നും അപ്പൊ ചെയ്ത ഒരു കുട്ടിയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ? പക്ഷെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അത് മറ്റുള്ള കുട്ടികൾക്ക് വേദന ഉണ്ടാകരുത് എന്നതാണ് പ്രധാനം. പ്രത്യേകിച്ചും കൊച്ചു കുട്ടികൾക്ക് അത് ഭയങ്കര ഒരു ഫീൽ അല്ലേ. അതുകൊണ്ടാണ് ടീച്ചേഴ്സ് എല്ലാ കുട്ടികൾക്കും സ്റ്റാർ വരച്ചു കൊടുക്കും, എല്ലാ കുട്ടികൾക്കും ടോഫീസ് കൊടുക്കും, അല്ലെ, മിഠായി എന്തെങ്കിലും കൊടുക്കും. ബട്ട് അത് മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റണം. അത് വീട്ടിലുള്ള കുഞ്ഞുങ്ങളും ആണെങ്കിലും ശരി, നമ്മൾ കമ്പയർ ചെയ്ത് മറ്റവരുടെ മുന്നിൽ വെച്ച് ഓരോ കുട്ടിക്കും ഓരോ പൊട്ടൻഷ്യലാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അവരെ ആ രീതിയിൽ ഫോഴ്സ് ചെയ്യണം. ആ പൊട്ടൻഷ്യൽ നല്ല രീതിയിൽ മുന്നോട്ട് വരാം, ആ പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ അവർക്ക് വേണ്ടുന്ന വഴി കാണിച്ചു കൊടുക്കുക, നമ്മൾ കത്തിച്ചു കൊടുക്കുക അവരുടെ ഉള്ളിലുള്ള ആ ഒരു എനർജിയെ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്, ആ ഒരു പൊട്ടൻഷ്യൽ. അത് മോണ്ടിസോറി പറയുന്നുണ്ട്, അനിമൽസിന് ഇൻബോൺ ആയിട്ട് ഇൻസ്റ്റിങ്ക്റ്റ്, ആ ഒരു സവിശേഷത ട്രേറ്റ്സ് ഉണ്ട്. അതാണ് പെട്ടെന്ന് തന്നെ അവർ ഇൻഡിപെൻഡന്റ് ആകുന്നത്. ഹ്യൂമണിനും ഇതുണ്ട്, പക്ഷേ അത് ഡെവലപ്പ് ആയിട്ടില്ല. അതിന് സമയമെടുക്കും ഡെവലപ്പ് ആകാനായിട്ട്. 3 മാസം ആവുമ്പോൾ കമിഴ്ന്ന് വീഴുന്നു, കുറച്ചു കഴിയുമ്പോഴേക്ക് എഴയുന്നു, മുട്ടിലെഴയുന്നു, ഇരിക്കാൻ നോക്കുന്നു, പിന്നെ പിടിച്ചു നിൽക്കുന്നു, നടക്കുന്നു, പിന്നെ വീഴും നടക്കും, വീഴും നടക്കും, പിന്നെ സ്റ്റെപ്പ് കയറുന്നു, ഓടുന്നു, ചെറിയ ചെറിയ വാക്കുകൾ പറയുന്നു, പിന്നെ മീനിങ് ഫുൾ ആയിട്ടുള്ള സ്പ്ലിറ്റ് സെന്റൻസ് ആണെങ്കിലും യൂസ് ചെയ്യുന്നു, ആളുകളെ ഐഡന്റിഫൈ ചെയ്യുന്നു. അമ്മയിൽ നിന്ന് അകറ്റുമ്പോൾ ആൻസൈറ്റി വരുന്നു, സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ ആൻസൈറ്റി വരും. അങ്ങനെ അങ്ങനെ ഹ്യൂമൻസിനെ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ, ഹ്യൂമൻ ബേബീസിനെ ഒബ്സർവ് ചെയ്താൽ ഇവരുടെ ഓരോ ഡെവലപ്മെന്റും നമുക്ക് മനസ്സിലാവും. പിന്നെ ഇത്ര ഏജ് തുടങ്ങി ഇത്ര ഏജ് വരെയാണ് ഒരു കുട്ടിയുടെ ഇതൊന്നും നമുക്ക് ഒട്ടും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം എന്റെ മോൻ 8ാം മാസത്തിൽ നടന്നു, അതിനുശേഷമാണ് അവൻ ഇരുന്നത്. ഈ ഓർഡറും എല്ലാവരിലും കറക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. എന്നാലും നമ്മൾ ജനറലി പറയുമ്പോൾ 3 മാസത്തിൽ കമിഴുന്നു, അതൊക്കെ നടന്നു. പക്ഷെ കുട്ടി 8ാം മാസത്തിൽ നല്ല പോലെ നടന്നു, പക്ഷെ അതിനുശേഷമാണ് അവൻ ഇരുന്നത്. അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ അമ്മ ഇങ്ങനെ പറയുമായിരുന്നു, 4 മാസമൊക്കെ ആയപ്പോ കുട്ടിയെ ഇരുത്തു ബാക്കിലൊരു പില്ലോ വെച്ചിട്ട് ഇരുത്താൻ. അപ്പൊ ഞാൻ ഓർത്തത് തന്നെ വരേണ്ടതല്ലേ, അങ്ങനെ നമ്മൾ ഇരുത്തുമ്പോഴേക്കും അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അത് ട്രൈ ചെയ്തില്ല. അപ്പം അത് അവർക്ക് തന്നെ ഡെവലപ്പായി വരും. ഓക്കെ, നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് നല്ലൊരു സറൗണ്ടിങ്സും കുട്ടിക്ക് വേണ്ടുന്ന ഫ്രീഡം, അവന്റെ ഏജിൽ അവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡം. അവന്റെ ഷൂ ലേസ് കെട്ടുക തന്നെ ചെയ്യട്ടെ, പിന്നെ ഡ്രസ്സ് ചെയ്യുക, ബട്ടൺ ഇടുക, ഡ്രസ്സ് ഊരാൻ നേരത്ത് ബട്ടൺ അഴിക്കുക, സിപ്പ് ആണെങ്കിൽ അത്, അങ്ങനെയുള്ള കുറേ മെറ്റീരിയൽസ് മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കോഴ്സിന്റെ സ്ട്രക്ചർ ഞാനൊന്ന് പറയാം. ഇതിന്റെ അഫിലിയേഷൻ, അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ജയദേവ് സാറ് നിങ്ങൾക്കൊരു സെഷൻ തരും ഇതിന്റെ. ഓക്കെ, പിന്നെ നമ്മളുടെ പല ബാച്ചിലെ കുട്ടികളും ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ അവിടെ തന്നെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. പലരും ജോലി ചെയ്യുന്നവർക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടി വന്നതുകൊണ്ട് ഈ കോഴ്സ് ചെയ്ത് അവരുടെ ജോലി ഉറപ്പാക്കിയിട്ടുണ്ട്.
സ്കൂൾ സ്റ്റാർട്ട് ചെയ്തവരുണ്ട്, ഡേ കെയർ സ്റ്റാർട്ട് ചെയ്തവരുണ്ട്. ഓക്കെ, പുറത്തേക്ക് പോകാനായിട്ട് പുറത്ത് വർക്ക് ചെയ്യുന്നവരുണ്ട് കേട്ടോ. പുറത്ത് വർക്ക് ചെയ്യുന്നവര് വീടുകളിൽ തന്നെ ഒരു ക്രഷ് പോലെ, ഒരു ഡേ കെയർ പോലെ ചെയ്യുന്നുണ്ട്. അപ്പൊ സർട്ടിഫിക്കറ്റും കൂടി ആണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ അതിനൊരു വാല്യൂ ഉണ്ടാകും. അങ്ങനെ നമ്മുടെ പുറത്തുള്ള കൺട്രീസിൽ, കൂടുതലും ഗൾഫ് കൺട്രീസിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾ നമ്മളുടെ പല ബാച്ചിലുണ്ട്. ഓക്കെ, ഇപ്പൊ എനിക്കറിയാം കുറെ പേര് ജോലി ചെയ്യുന്നവരായിരിക്കും. മാക്സിമം ലൈവ് ക്ലാസ്സിൽ വരിക. നമ്മൾ ഇതുപോലെ ഇന്ററാക്റ്റീവ് സെഷൻ ആയിരിക്കും ലൈവ് ക്ലാസ്സിൽ. അല്ലാതെ ക്ലാസ് എടുത്ത് പോകുന്നത് ഭയങ്കര ബോറാണ്. ഇന്ററാക്റ്റീവ് സെഷൻ ആയിരിക്കും. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് രണ്ടുപേരും സെപ്പറേറ്റ് അല്ല. കാരണം ശരിക്കുമുള്ള ഒരു മോണ്ടിസോറി ട്രെയിനിങ് സെഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ടീച്ചർ കുട്ടി എന്നും പറയാറില്ല കേട്ടോ. ട്രെയിനർ ട്രെയിനീസ് ഇങ്ങനെയാണ്. ആരാന്നും മനസ്സിലാവില്ല. കാരണം എല്ലാവരും ഒരുപോലെയാണ്. ആ ഒരു രീതിയായിരിക്കണം നമ്മുടെ കോഴ്സിന്. അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് എന്നെ ഇങ്ങനെ നിങ്ങളെല്ലാം കേട്ടോണ്ടിരിക്കുക എന്നുള്ളത്. ഞാൻ പറയുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യണം. യെസ്, യു ക്യാൻ ക്രിട്ടിസൈസ് ചെയ്യാം. അത് ശരിയല്ല മാം, അങ്ങനെയല്ല, നിങ്ങൾക്ക് പറയും, നോ പ്രോബ്ലം. അതിനുള്ള എല്ലാ ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ. ഓക്കെ, പിന്നെ ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ് നിങ്ങൾ. ഡെഫിനറ്റ്ലി നമ്മളുടെ കോഴ്സും ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. നിങ്ങൾക്ക് അസൈൻമെന്റ്സ് തരും, ആക്ടിവിറ്റീസ് ചെയ്യാൻ തരും. ചാർട്ട് പ്രിപ്പറേഷൻ, ഇപ്പൊ ബാലൻസ്ഡ് ഡയറ്റ്, അതിന്റെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യാം. ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് ചാർട്ട് പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഇമ്മ്യൂണൈസേഷൻ ടേബിൾ, നിങ്ങൾക്ക് അറിയാം കുട്ടികൾക്ക് വാക്സിനേഷൻ കൊടുക്കുന്ന ഓരോ ഏജിലും ഏതാണ് അത്. പക്ഷെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ഒരെണ്ണം മോഡലായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫോളോ ദാറ്റ്. കാരണം ഇമ്മ്യൂണൈസേഷൻ, വാക്സിനേഷന്റെ പല പല അപ്ഡേഷൻ വരുന്നുണ്ട്. ചിലത് എടുത്തു മാറ്റുന്നു, പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അത് അപ്ഡേറ്റഡ് വേർഷൻ തന്നെ നമ്മളുടെ ഫിംഗർ ടിപ്സിൽ തന്നെ നമുക്ക് ഗൂഗിളൊക്കെ നോക്കി കഴിഞ്ഞാൽ കിട്ടും അല്ലെ. അപ്പൊ അങ്ങനെ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിരിക്കും. പിന്നെ അസൈൻമെന്റും ആക്ടിവിറ്റിയും തരുന്നത് അത് മാർക്കിന് വേണ്ടി മാത്രമല്ല. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിന് മാർക്കുണ്ട്. ബട്ട് മാർക്കിനേക്കാൾ കൂടുതൽ ആ ഒരു അവയർനെസ്. ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി അറിയുന്നു അല്ലെ. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു, ഈ വയസ്സിൽ കുട്ടിക്ക് ഈ വാക്സിനേഷൻ എടുക്കണം. വലിയ എന്താ പറയാ, എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്തവര് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം, ഈ കുട്ടിക്ക് ഇഞ്ചക്ഷൻ എടുത്തോ, ഈ പ്രായമാകുമ്പോൾ ഒരെണ്ണം ഉണ്ട്, അറിയാമോ അത് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അവയർനെസ് നമുക്ക് കൊടുക്കാമല്ലോ. പിന്നെ ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ്, അത് നമ്മൾ നല്ലൊരു ചാർട്ടിൽ അതിന്റെ പിക്ചറൊക്കെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വേ ഓഫ് ഗിവിങ് അവയർനെസ് അബൌട്ട് ഹാൻഡ് വാഷിംഗ്. കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് പോകുമ്പോൾ ചാർട്ട് കാണിക്കാം. നമ്മുടെ തൊട്ടടുത്തുള്ള അംഗൻവാടിയിൽ ചെന്നിട്ട് എനിക്ക് കുറച്ച് സമയം തന്നാൽ ഞാൻ ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ച് ക്ലാസ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ സമ്മതിക്കും. ഈ ചാർട്ടൊക്കെ കൊണ്ടുപോയി ചെയ്യാം. പാരന്റ്സിനും കൊടുക്കുക, കുട്ടികൾക്കും കൊടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ആക്ടിവിറ്റീസ് ഉള്ള ഫുൾ ഫ്രീഡം ഉണ്ട്. പിന്നെ അസൈൻമെന്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനൊരു പ്ലാറ്റ്ഫോം ഇവിടെയുണ്ട്, അതിൽ സബ്മിറ്റ് ചെയ്യണം. അത് സബ്മിറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ അസൈൻമെന്റ് തരുമ്പോഴേക്കും പറയാം. അസൈൻമെന്റ് ഒരിക്കലും നമ്മളെ കഷ്ടപ്പെടുത്താനല്ലോ. തരുന്ന അസൈൻമെന്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് പറയാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ. നിങ്ങളുടെ മുന്നിൽ ഒരു കുട്ടി ബെഗ് ചെയ്യുന്ന കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും തരും. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും വ്യൂസ് ഡിഫറെന്റ് ആണല്ലേ. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്താലൊന്നും മര്യാദയ്ക്ക് കിട്ടില്ല. എന്റെ അഭിപ്രായം എന്താണ്, അതാണ് ഞാൻ എഴുതേണ്ടത്. പിന്നെ നിങ്ങളുടെ ഹാപ്പിനെസിന്റെ റിമോട്ട് കൺട്രോള് നിങ്ങളുടെ കയ്യിലാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അപ്പൊ തന്നെ ഡൗൺ ആയി കരച്ചിലും ബഹളമായാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഹാപ്പിനെസിന്റെ കൺട്രോള് അവരുടെ കയ്യിലല്ലേ. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അസൈൻമെന്റിന് തരുന്നത്. മനസ്സിലായോ? അല്ലാതെ ഗൂഗിളിൽ ചെന്ന് കോപ്പി പേസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കോപ്പി പേസ്റ്റ് അതാർക്കാ വേണ്ടേ? ആർക്കും വേണ്ട. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, നിങ്ങളുടെ കാഴ്ചപ്പാട്, ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് ഈ രീതിയിലായിരിക്കും നമ്മുടെ അസൈൻമെന്റ് പോകും. അപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൺലൈനാണ്, ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. നെറ്റ്വർക്ക് ഇഷ്യൂസ് വരാം പലപ്പോഴും. അതൊക്കെ ഒരു 1 വീക്ക് കൊണ്ടൊക്കെ സോർട്ട് ഔട്ട് ആവും. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടത്ത് എവിടെയാണോ നല്ല റേഞ്ച് ഉള്ളത് അവിടെ ഇരുന്ന് നല്ല രീതിയിൽ ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കും. ഓക്കെ, പിന്നെ ഈ ഓഫ്ലൈൻ കോഴ്സിന്റെ അതേ ക്വാളിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ആക്ടിവിറ്റീസ് നിങ്ങളെ കൊണ്ട് കൂടുതൽ ചെയ്യിക്കുന്നത്. അത് മാത്രമല്ല, മോണ്ടിസോറി കോഴ്സ് എന്ന് പറഞ്ഞാൽ തിയറി അല്ല. ആ കൺസെപ്റ്റ് തിയറി ആയിട്ട് നമ്മൾക്ക് മനസ്സിലാകണം. നമ്മൾ എന്നിട്ട് ത്രൂ ആക്ടിവിറ്റീസ് ആണ് എല്ലാം ചെയ്യുന്നത്. നിങ്ങൾക്ക് മൊഡ്യൂൾ 1 അതിനകത്ത് 4 പാർട്ടുകളുണ്ട്. ഓരോ പാർട്ടിലും യൂണിറ്റ്സുകളുണ്ട്, ചെറിയ ചെറിയ ലെസൺസ്. ഒന്നാമത്തെ പാർട്ടിൽ 8 യൂണിറ്റ്സ് ആണ്.
അതിന്റെ സിലബസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ 8 യൂണിറ്റ്സിൽ അത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനെ കുറിച്ചാണ്. നമ്മളുടെ ഹെൽത്ത്, ഹൈജീൻ, ശരീരത്തിന്റെ ആരോഗ്യം, മനസ്സിന്റെ ആരോഗ്യം, ഹൈജീൻ, പിന്നെ ഹെൽത്തി ആയിരിക്കാൻ നമ്മൾ എടുക്കേണ്ട ഭക്ഷണം, നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കാൻ എന്തൊക്കെ എക്സസൈസസ് ചെയ്യാം, അതൊക്കെയാണ്. രണ്ടാമത്തെ പാർട്ടില് 10 യൂണിറ്റ്സ് ആണ്. അതിനെ 2 സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലെസൺ 1 തുടങ്ങി ലെസൺ 5 വരെ ചൈൽഡ് ഡെവലപ്മെന്റ്, കുട്ടികളുടെ ഡെവലപ്മെന്റിന്റെ ഡിഫറെന്റ് സ്റ്റേജസ്. പിന്നെ 6 തുടങ്ങി 10 വരെ സൈക്കോളജി, കുട്ടികളുടെ മനസ്സ്, ബിഹേവിയർ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു കുട്ടി നമ്മുടെ മുന്നിൽ വരുമ്പോൾ അവൻ്റെ ഉള്ളിൽ എന്തോ വിഷമമുണ്ടെന്ന് നമുക്ക് അവനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സൈക്കോളജി അറിഞ്ഞിരിക്കണം. അതാണ് സെക്കൻഡ് പാർട്ടിലെ രണ്ടാമത്തെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്, 5 ലെസൺസ്. പിന്നെ പാർട്ട് 3 ആണ് നമ്മുടെ കോർ ടോപ്പിക്, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പാർട്ട് 3 ആണ് മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ, മോണ്ടിസോറി തിയറി, മെത്തേഡ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. അതാണ് പാർട്ട് 3 വരുന്നത്. അവിടെ 10 യൂണിറ്റ്സ് ഉണ്ട്. 5 എണ്ണം മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ, ബാക്കി 5 തിയറി, മെത്തേഡ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. നെക്സ്റ്റ് പാർട്ട് 4 അത് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻ. ഒരു സ്കൂൾ എങ്ങനെയായിരിക്കണം, സ്കൂളിന്റെ ബിൽഡിംഗ് എങ്ങനെയായിരിക്കണം, കുട്ടികൾക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണം, കുട്ടികളുടെ യൂണിഫോം എങ്ങനെയാണ്, അവിടെ സൂക്ഷിക്കുന്ന രജിസ്റ്റർ എങ്ങനെയാണ്, അങ്ങനെയൊക്കെ കുറെ സ്കൂള് നടത്താൻ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, അതാണ് അത് വരുന്നത്. അങ്ങനെ മോഡ്യൂൾ 1 മുഴുവൻ അതാണ്. മോഡ്യൂൾ 2 നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണ്. നല്ല രീതിയിൽ ഇംഗ്ലീഷ് ക്ലാസ് യൂസ് ചെയ്യാം, കാരണം നമ്മുടെ മീഡിയം ഇംഗ്ലീഷ് ആണ്. മോണ്ടിസോറി നമ്മൾ ഇംഗ്ലീഷിൽ തന്നെയാണ് പഠിക്കുന്നത്, മോണ്ടിസോറി മെത്തേഡ് കോഴ്സ്. കാരണം നിങ്ങൾ ചെന്ന് പഠിപ്പിക്കുന്നത് KG കുട്ടികളെയാണ്. അവരുടെ ഡെവലപ്മെന്റിന്റെ ഫൗണ്ടേഷൻ നടക്കുന്ന സമയം. നല്ല ലാംഗ്വേജ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഇംഗ്ലീഷിലല്ലേ KG ക്ലാസ്സുകളിൽ. നല്ല ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് ആ ഒരു ഫൗണ്ടേഷൻ അത് കറക്റ്റ് ആവും. നെക്സ്റ്റ് മോഡ്യൂൾ 3 ആണ്. മോഡ്യൂൾ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ സെഷൻ ആണ്. മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിനെ കുറിച്ചും അതെങ്ങനെ അപ്ലൈ ചെയ്യണം, അതാണ് മോഡ്യൂൾ 3. അത് 5 പാർട്ട് ഉണ്ട്. മറിയ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിനെ 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ 5 പാർട്സ്. ഒന്ന് ആദ്യമേ ഞാൻ പറഞ്ഞു, കിച്ചൺ, പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. രണ്ടാമത്തത് കുട്ടികളുടെ ലാംഗ്വേജ് ഏരിയ, ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസും മെറ്റീരിയൽസും. മൂന്നാമത്തത് മാത്തമാറ്റിക്കൽ ഏരിയ, കുട്ടികൾ മാത്സിൽ എന്തൊക്കെയാ പഠിക്കുന്നത്, കൗണ്ടിങ്, നമ്പർ ഫെമിലറൈസേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മാത്തമാറ്റിക്കൽ ഏരിയ. നാലാമത്തത് സെൻസോറിയൽ ഏരിയ. നമുക്ക് എത്ര സെൻസസ് ഉണ്ട്? 5 സെൻസസ് അല്ലെ? സെൻസസ് എല്ലാം ഉപയോഗിച്ച് കുട്ടി ആക്ടിവിറ്റി ചെയ്യുന്നു. കണ്ട് ഒരു സാധനം കാണുമ്പോൾ മനസ്സിലാകുന്നത്, തൊട്ട് മനസ്സിലാക്കുന്നത്, ടേസ്റ്റ് ചെയ്ത് മനസ്സിലാക്കുന്നത്, മണത്ത് നോക്കി മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ 5 സെൻസസ് യൂസ് ചെയ്തിട്ട് വരുന്ന മെറ്റീരിയൽസ് ആണ് ആ ഏരിയ. ഏറ്റവും ലാസ്റ്റ് സയൻസ്, ജോഗ്രഫി ആൻഡ് അതർ കൾച്ചറൽ ഏരിയ. അവിടെ നമുക്ക് ഗ്ലോബ്, മാപ്പ്, പല രീതിയിലുള്ള പിക്ചേഴ്സ്, പിന്നെ ചെടി വളർത്തുക, ഗാർഡൻ, പെറ്റ്സ് ഉണ്ടെങ്കിൽ പെറ്റ്സിനെ വളർത്തുക, പിന്നെ വെള്ളത്തിൽ കളിക്കാനുള്ള ഏരിയ, മണ്ണിൽ കളിക്കാനുള്ള ഏരിയ, ചെടി നടുക, അങ്ങനെയുള്ള കാര്യം നേച്ചറുമായിട്ട് കണക്ട് ചെയ്യും. മറിയ മോണ്ടിസോറി അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത എല്ലാ മെറ്റീരിയൽസും നാച്ചുറൽ ഒബ്ജക്റ്റ് കൊണ്ടുള്ളതായിരുന്നു. ഒന്നും ആർട്ടിഫിഷ്യൽ അല്ല, സിന്തറ്റിക് അല്ല. അതായത് വുഡൻ മെറ്റീരിയൽസ്, ഗ്ലാസ്, ഇതെല്ലാം മെറ്റൽ, ഇതൊക്കെയാണ്. അതിന് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നമുക്ക് മെയിൻ വേണ്ടുന്ന മെറ്റീരിയൽസ് എല്ലാം നമ്മളുടെ കയ്യിലുണ്ട്. അത് വെച്ച് ഡെമോ ക്ലാസ് നമ്മൾ ഓൺലൈനായിട്ട് കാണിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെല്ലാം നിങ്ങൾക്ക് നേരിട്ട് വന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ചെയ്യാനുള്ള ഒരു സൗകര്യവും നമ്മൾ ചെയ്തു തരും. അത് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്താൽ മതി. ദൂരം, നിങ്ങളുടെ വർക്കുകൾ, അതൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് ഒന്ന് പ്ലാൻ ചെയ്താൽ മതി. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ലാസ്റ്റ് 10 മിനിറ്റ്സ് നമുക്ക് ഡൗട്ട്സ് ക്ലിയറൻസ്. 10 മിനിറ്റ്സ് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നല്ല, 12 മണിക്ക് എനിക്ക് ക്ലാസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞ്. ചോദിക്കൂ. നെക്സ്റ്റ് എവറി ട്യൂസ്ഡേ ആയിരിക്കും ഞാൻ നിങ്ങളെ കാണുന്നത്. നിങ്ങൾ ട്യൂസ്ഡേ ആയിരിക്കും ഞാൻ ക്ലാസ് എടുക്കുന്നത്. സോ ഫർദർ എന്തെങ്കിലും കുറിച്ചെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ അത് ക്ലാരിഫൈ ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചു പ്ലീസ്. മാഡം എക്സാം ഒക്കെ എങ്ങനായിരിക്കും? എക്സാം നമുക്ക് ഗൂഗിൾ ഫോം ആയിരിക്കും. അത് MCQ ആയിരിക്കും.
മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് ഉണ്ടാകും. ആ 4 ഓപ്ഷൻസിൽ കറക്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യും. ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും നിങ്ങൾക്ക് 5 or 10 ക്വസ്റ്റ്യൻസ് ആ യൂണിറ്റിന്റെ കണ്ടന്റിനനുസരിച്ച് മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ആ മോക്ക് ടെസ്റ്റ് അനുസരിച്ച് ഗൂഗിൾ ഫോം ക്ലിക്ക് ചെയ്ത് ആൻസർ ക്ലിക്ക് ചെയ്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിന്റെ പ്രത്യേകത എന്താ? ഏറ്റവും ശരിയായ ആൻസർ ചിലപ്പോൾ വായിക്കുമ്പോൾ എല്ലാം ശരിയായിട്ട് തോന്നും. അതിന് ആപ്റ്റ് ആൻസർ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ അപ്പൊ തന്നെ നിങ്ങളുടെ സ്കോർ വരും. സെയിം പാറ്റേൺ തന്നെയാണ് മെയിൻ എക്സാമിനും, പക്ഷെ സ്കോർ അപ്പൊ കാണിക്കില്ല, അത് പിന്നീടാണ്. പിന്നെ അത് നിങ്ങൾ ലൈവായിട്ട് ചെയ്യണം. മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോയി അറ്റൻഡ് ചെയ്യാം, അതിന് ടൈം ലിമിറ്റ് ഒന്നുമില്ല. പക്ഷെ എക്സാം ഇപ്പോൾ ഒരു ദിവസം മൺഡേ 7:30 to 8:30 നിങ്ങളുടെ എക്സാം ആണെങ്കിൽ ആ ടൈമിൽ തന്നെ ലൈവായി വന്നിട്ട് ഗൂഗിൾ മീറ്റ് ഉണ്ടാകും. അതിൽ നമ്മൾ അത് ഓൺ ചെയ്ത് വീഡിയോ ഓൺ ചെയ്ത് ഓഡിയോ മ്യൂട്ട് ചെയ്തിരിക്കണം. അതൊക്കെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരും. അതിന് ഇനിയും സമയമുണ്ടല്ലോ. ഓക്കെ, അങ്ങനെയാണ് എക്സാം എടുത്ത് അതിന്റെ ലാസ്റ്റ് മാത്രമേ ഉള്ളൂ എക്സാം? അത് പോലെ നമുക്ക് 6 മാസമായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ എക്സാം? അതായത് മോഡ്യൂൾ 1 4 പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? പാർട്ട് 1ഉം പാർട്ട് 2ഉം കഴിയുമ്പോൾ ഒരു ടേം എക്സാം ഉണ്ടാകും. പിന്നെ പാർട്ട് 3ഉം പാർട്ട് 4ഉം കഴിയുമ്പോൾ അടുത്ത ടേം എക്സാം. അത് കഴിയുമ്പോൾ മെയിൻ എക്സാം തുടങ്ങും. അതൊക്കെ ക്ലാസ്സിൽ വിശദമായി പറയാം എക്സാമിന്റെ ഡീറ്റെയിൽസ്. കാരണം നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ്, ഇപ്പൊ സിലബസ് ആയിരിക്കും കയ്യിലുള്ളത്, അതിനെ സബ്ജക്റ്റ് ആയി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സബ്ജക്ട് വൈസ് എക്സാമും അതിന്റെ മാർക്കും തരും. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സെഷൻ ഉണ്ട്. പ്രാക്ടിക്കൽ സെഷന്റെയും ഡിവിഷൻ ഉണ്ട്. അതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് അയച്ചു തരാം. അതും നോക്കിയാലേ മനസ്സിലാവും. ടെക്സ്റ്റ് ബുക്കിന്റെ പ്രോസസ്സിംഗ് നടക്കുമായിരിക്കും, ഉടനെ കിട്ടുമായിരിക്കും. ഞാൻ അന്വേഷിക്കാം. മാം ലൈവ് ക്ലാസ് എന്നൊക്കെ ഉണ്ടാവുക? ആഴ്ചയിൽ എത്ര ദിവസം ഉണ്ടാവും ലൈവ് ക്ലാസ്? 5 ദിവസം, മൺഡേ ടു ഫ്രൈഡേ. നിങ്ങൾക്ക് ടൈം 5 ദിവസം ലൈവ് ക്ലാസ് ആണോ നമുക്ക് തരുന്നത്? അതെ. ടൈം എപ്പോഴാ പറഞ്ഞത്? 1:30 ആണോ? 1:30 to 2:30. അപ്പൊ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ് കിട്ടുമോ? ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. കാരണം ഇന്ന് ക്ലാസ് ആണ്, അതിന്റെ പിറ്റേ ദിവസമായിരിക്കും റെക്കോർഡിംഗ് ക്ലാസ് വരുന്നത്. അത് നോക്കിയാൽ മതി. പെൻഡിങ് വെക്കരുത് കേട്ടോ. കാരണം ക്ലാസ് ആണെങ്കിലും വർക്ക് ആണെങ്കിലും പെൻഡിങ് വെക്കരുത്. പിന്നെ നിങ്ങൾക്ക് തമ്മിൽ പേഴ്സണലി ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഒരാൾക്ക് അതില് ക്ലാസ്സിൽ കയറുന്നവർക്ക് കയറാത്തവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് അന്ന് ക്ലാസ്സിൽ എന്താണ് ചെയ്തത് അതിന്റെ ഒരു ബ്രീഫിംഗ് ക്ലാസ്സിലിടാം. അപ്പൊ ക്ലാസ്സിൽ കയറാത്തവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും എത്ര വരെ എടുത്തു ക്ലാസ് പറഞ്ഞുതരാം. എന്റെ പേര് മഞ്ജു എന്നാണ്. എന്താണ് ഞാനിവിടെ ഒരു സ്കൂളിൽ ചോദിച്ചപ്പോഴത്തേക്ക് അവര് ട്രെയിനിങ്ങിന് അവർ തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ട്രെയിനിങ് എടുക്കാണ്ടിരുന്ന കുഴപ്പമുണ്ടോ? ഞാനേ ചില ക്ലാസ്സുകളിൽ എനിക്ക് കുറച്ചു നേരം മിസ് ചെയ്യേണ്ടി വന്നു. ഒരു ലൈസൻസിന്റെ ഇതിന്റെ കാര്യം കൊണ്ട് എന്താണ് ID ഉണ്ടാക്കാൻ വേണ്ടി പോകാനായിട്ട് ഓട്ടോറിക്ഷ പേര്. അപ്പൊ അതാരെങ്കിലും ചോദിച്ചാൽ എനിക്കറിയില്ല. എന്റെ ഡൗട്ട് ഇതായിരുന്നു. ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പൊ ഞാനിവിടെ അടുത്തുള്ള ഒരു സ്കൂളിൽ ചോദിച്ചപ്പോഴത്തേക്കും അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അത് ശരിക്കും ടീച്ചിങ് പ്രാക്ടീസ് നമ്മൾ പോകുന്നത് നമ്മളുടെ കോഴ്സ് തുടങ്ങിയ ഒരു പകുതി 6 മാസം കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ മെത്തേഡ് അറിഞ്ഞിട്ട് അല്ലെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ സമയമാകുമ്പോഴേക്കും സമാധാനമായിട്ട് അന്വേഷിച്ചാൽ മതി. മഞ്ജു നിങ്ങള് മിസ്സിന്റെ എവിടെ നിന്നെങ്കിലും അങ്ങനെ വല്ല ഏർപ്പാടായി? ഞാനിപ്പോ എറണാകുളത്തുള്ള ഒരാളാണ്. അപ്പൊ ഏതെങ്കിലും സ്കൂളിൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാനുണ്ടോ അതറിയാനാണ്. അടുത്തിവിടെ മരടില് നമുക്ക് എല്ലാവർക്കും അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. വേറൊന്നുമല്ല, നിങ്ങൾ എല്ലാവരും പല പല ഏരിയയിൽ നിന്നുള്ളവരാണല്ലോ. അപ്പൊ നമ്മൾ തന്നെ ഒരു സ്കൂളിനെ അപ്രോച്ച് ചെയ്ത് ആദ്യം ചോദിക്കുക. ഒരു പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു ലെറ്റർ തരും ആ സ്കൂളിലേക്ക് അഡ്രസ് ചെയ്തിട്ട്. അതവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പൊ ഒരു സ്കൂളിലല്ലേ ചോദിച്ചുള്ളൂ. അത് ആ ഒരു ഇപ്പൊ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, തുടങ്ങി അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ടേ. അപ്പൊ അതുകൊണ്ട് ശരിക്കും നമ്മൾ കറക്റ്റ് അവരുടെ എക്സാം ടൈമിന് ഡിസ്റ്റർബ് ചെയ്യാത്ത സമയത്തും അങ്ങനെയൊക്കെ പോകുന്നതായിരിക്കും നല്ലത്. അവരുടെ ആനുവൽ ഡേ അല്ലാത്ത ടൈമിലൊക്കെ പോകുന്നതായിരിക്കും. അഥവാ അങ്ങനെ കോഴ്സ് വന്നില്ലെങ്കിൽ കുഴപ്പമുണ്ടാന്ന് ചോദിച്ചാൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ അഥവാ ആരെങ്കിലും തന്നില്ലെങ്കിൽ സ്കൂളിൽ എനിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണെങ്കിൽ
നമ്മുടെ ബാച്ചിലെ പലർക്കും പോകാൻ പറ്റാത്തവരുണ്ട്. നമ്മൾ അതിനെന്തെങ്കിലും ഒരു ഓപ്ഷൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അത് നമുക്ക് നോക്കാം. ഓക്കെ മാഡം, താങ്ക് യു. ഹെൽത്ത് ഇഷ്യൂസ്, വീട്ടിലെ പ്രശ്നങ്ങള്, ചിലര് പ്രഗ്നന്റ് ആയിരിക്കും, അപ്പൊ അവർക്കൊക്കെ പോകാൻ ഇച്ചിരി പാടായിരിക്കുമല്ലോ. നമുക്ക് നോക്കാം, അതിന് വഴിയുണ്ടാക്കാം. ഓക്കെ, താങ്ക് യു. യെസ്, എനിത്തിങ് എൽസ്? ബാക്കി ക്ലാസിന്റെ പല ഡീറ്റെയിൽസും അത് ഓരോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ടീച്ചേഴ്സ് മേഡം ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പം ഡിപ്ലോമ ആണല്ലോ, ഇപ്പം ഡിപ്ലോമ മോണ്ടിസോറി ഉണ്ട്, PG മോണ്ടിസോറി ഉണ്ട്, PGയുടെ വെച്ചിട്ടും. അപ്പം നമ്മള് ഇപ്പം ഡിഗ്രിയുടെ അല്ല 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ഡിപ്ലോമ വെച്ചിട്ടും ഡിഗ്രി കഴിഞ്ഞവർക്ക് PG വെച്ചിട്ടും ചേർന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു സ്കൂളിൽ ചെല്ലുവാണെങ്കിൽ ഡിഗ്രിക്കാർക്ക് ഈ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് കാണിച്ച് അങ്ങനെ ജോലി ചെയ്യുന്നതുകൊണ്ട് പ്രശ്നം വല്ലതും ഉണ്ടോ? ഈ ജോലിയുടെ ഡിപ്പെൻസിങ് ഓൺ ആ ഒരു സ്കൂളും മാനേജ്മെന്റും ആണ്. പക്ഷെ പല സ്കൂളുകളും പ്രിഫർ ചെയ്യുന്നത് നമ്മൾക്ക് ഈ മെത്തേഡ് എന്തോരം അറിയാം, നമ്മളുടെ ഒരു പെർഫോമൻസ് മാത്രമേ ഉള്ളൂ, നമ്മുടെ പൊട്ടൻഷ്യൽ അത് വെച്ചിട്ടാണ് അവർ ഇപ്പം കിട്ടിയിരിക്കുന്ന കുട്ടികൾക്ക് പലർക്കും. പിന്നെ PG എന്ന് പറയുമ്പോൾ 2 സബ്ജക്ട് എക്സ്ട്രാ പഠിക്കണം കേട്ടോ, 2 മോഡ്യൂൾസ് എക്സ്ട്രാ ഉണ്ട് PGക്ക്. ബാക്കിയെല്ലാം കോമൺ ആണ്. പ്രാക്ടിക്കലിനും ഒരു സെഷനും കൂടെ എക്സ്ട്രാ വരും. പിന്നെ സ്കൂളുകളിൽ പോകുമ്പോൾ അത് വലിയൊരു ഡിഫറൻസ് ആയിട്ടോ ഡിസ്ക്രിമിനേഷൻ ആയിട്ടോ തോന്നിയിട്ടില്ല. പിന്നെ നമുക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ വരുമ്പോൾ ആ സ്കൂളുകാരുടെ താല്പര്യമാണ് നമ്മളെ ഹയർ ക്ലാസ്സിലേക്ക് വിടുക എന്നുള്ളത്. സാധാരണ നമുക്കിപ്പം ഈ മോണ്ടിസോറി പഠിച്ചിട്ട് നമുക്ക് LKG UKG മാത്രമല്ല പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്കിപ്പോ PG ഉണ്ടെങ്കിൽ PGയുടെ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 1 മുതലോ അല്ലെങ്കിൽ 4ാം ക്ലാസ് സ്റ്റാൻഡേർഡ് വരെ പഠിപ്പിക്കാമെന്നാണോ പറയുന്നത്? അത് LKG 4 സ്റ്റാൻഡേർഡ് വരെയും എടുക്കാറുണ്ട്. പിന്നെ ഈ ഡിപ്ലോമ സർട്ടിഫിക്കറ്റുമായിട്ട് ചെയ്യുന്നവരുടെ ഒരു കാലിബർ കാണുമ്പോൾ ആ സ്കൂളിന്റെ താല്പര്യം, ചിലർ 1ാം ക്ലാസ്സിന്റെ ക്ലാസ് ടീച്ചർ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഇറങ്ങുന്ന ബാച്ച് സർട്ടിഫിക്കറ്റ് പോലും കിട്ടിയിട്ടില്ല, ആ കുട്ടി ടീച്ചിങ് പ്രാക്ടീസിന് പോയത്, അത് ഡിപ്ലോമയാണ്. ആ കുട്ടിക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിന്റെ ടീച്ചർ ഇൻചാർജ് കൊടുത്തേക്കുന്നു. പിന്നെ എന്റെ ബാച്ചിലുണ്ടായിരുന്നു, എന്നേക്കാൾ ഏജ് ഉണ്ടായിരുന്നു ആള്. ഇറങ്ങി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു CBSE സ്കൂള് 4th വരെയുള്ളൂ, അതിന്റെ പ്രിൻസിപ്പളായി. അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ ആണ്. നമ്മളൊക്കെ കാലിബർ ഉണ്ടെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവര് നമ്മളെ ഏൽപ്പിക്കും, ക്ലാസ്സുകള് ഹയർ ക്ലാസ്സുകളിലേക്ക് കേൾപ്പിക്കും. നമ്മുടെ ബാച്ചുകളിൽ പല ബാച്ചിലും BEdഉം MEdഉം കഴിഞ്ഞവരുണ്ട്. അവരൊരിടത്ത് ഇന്റർവ്യൂ പോകുമ്പോൾ അവർ കേപ്പബിൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ഇപ്പം മാത്സിലാണ് MEd എങ്കിൽ അവർ മാത്സ് ടീച്ചറായിട്ട് ഹയർ ക്ലാസ്സിലേക്ക് 7th വരെ എടുത്തിട്ടുണ്ട്. നമ്മുടെ പെർഫോമൻസ് അത് മാത്രം. യെസ് മാം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്റെ പേര് ഷംസീന. മാം, ഇപ്പൊ ഈ ക്ലാസ് എടുക്കുമ്പോ മാം പറഞ്ഞൊക്കെ ഇംഗ്ലീഷിലാന്ന് പറഞ്ഞു. പക്ഷെ ഇംഗ്ലീഷ് ചിലർക്ക് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാറില്ല. ഈ പറഞ്ഞ എനിക്കും അറിയില്ല നമുക്ക് ഫ്ലുവന്റ് ആയി സംസാരിക്കാനൊന്നും. അപ്പൊ ഇതിൽ നിങ്ങൾ സ്പോക്കണും കൂടി ഉൾപ്പെടുത്തിയിട്ടാണോ പഠിപ്പിക്കുക? 2 അവർ ഉണ്ട് ഇംഗ്ലീഷ് ക്ലാസ് ആഴ്ചയിൽ, 2 അവർ. അത് മാക്സിമം യൂസ് ചെയ്യുക. ഇംഗ്ലീഷ് പറയാൻ നല്ലൊരു ടീച്ചർ തന്നെയാണ് വരുന്നത്. ഇപ്പം ഇംഗ്ലീഷ് പറയാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മള് മാറിയിരിക്കരുത്. നമ്മളൊരു കൊച്ചു കുട്ടിയാന്ന് വിചാരിച്ച് ആദ്യമായിട്ട് എന്തോ പഠിക്കുവാണെന്ന് വിചാരിച്ച് തന്നെ പഠിക്കും. ടീച്ചർ അതിനെ നല്ല പോലെ സപ്പോർട്ട് ചെയ്യും. നമുക്ക് ലൈവ് ക്ലാസ് ആയിരിക്കും അതോ റെക്കോർഡഡ് ക്ലാസ്? അതെ, ലൈവ് ക്ലാസ് ആയിരിക്കും എന്ന് വെച്ചാൽ ആ ടൈമിൽ കയറുവാണെങ്കിൽ ലൈവ്, ജസ്റ്റ് ലൈക്ക് ദിസ്. ഓക്കെ. നമുക്ക് കിട്ടിയിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 1:30 to 2:30 സമയമാണ് ക്ലാസ് 4ാം തീയതി തൊട്ട്. അപ്പൊ അത് കൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ 2 മണിക്കൂർ സെപ്പറേറ്റ് ക്ലാസ് ആണ്. അതോ എല്ലാ ദിവസവും ക്ലാസ് സമയങ്ങൾ മാറ്റുവാണോ? നിങ്ങൾക്ക് ടൈം ടേബിൾ തന്നിട്ടുണ്ടല്ലോ, ആ ടൈം ടേബിൾ അനുസരിച്ചായിരിക്കും. പിന്നെ ടീച്ചേഴ്സിന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു എമർജൻസി ടൈം മാത്രം കിട്ടിയിട്ടുള്ളൂ, 4ാം തീയതി ക്ലാസ് തുടങ്ങുമെന്ന് മാത്രം കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും, ടൈം ടേബിൾ ഉടനെ തന്നെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ക്ലാസ്സിന് മുമ്പ് തന്നെ കിട്ടും, ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ടൈം ടേബിൾ കിട്ടും. പിന്നെ എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു ടീച്ചർക്ക് അന്ന് എന്തെങ്കിലും വല്ല അസുഖം വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ എമർജൻസി വരുമ്പോൾ വേറൊരു ടീച്ചർ പകരം ആ ക്ലാസ്സിൽ വന്നിട്ടുണ്ടാവും. നിങ്ങളെ എടുക്കുന്ന ടീച്ചേഴ്സ് തന്നെ വരും. ഇപ്പൊ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ വേറൊരു ടീച്ചർ ഉണ്ടാവും, ടീച്ചർ കയറും. അല്ലെങ്കിൽ ഒരു ടീച്ചർ ഇല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ കയറും. ക്ലാസ് ഇല്ലാതെ ഒന്നും ഇരിക്കില്ല കേട്ടോ.
ഞാൻ വിചാരിച്ചു ഈ ചോദ്യം എന്താ ചോദിക്കാത്തത്. നോട്ട്സ് പ്രൊവൈഡ് ചെയ്യില്ല, ഞാൻ ചെയ്യില്ല കേട്ടോ, ഞാൻ തരില്ല. വേറെ ഒന്നുമില്ല. കുറച്ചു മുമ്പ് ഞാൻ അസൈൻമെന്റിന്റെ കാര്യങ്ങളും ആക്ടിവിറ്റീസിന്റെ കാര്യങ്ങളും പറഞ്ഞു. നമ്മളുടെ ഐഡിയ, നമ്മളുടെ കാഴ്ചപ്പാട്, അതാണ് നമ്മൾ ചെയ്യുന്നതല്ലേ. അപ്പൊ നമ്മളിങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം, പറയുന്ന പോയിന്റ്സ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അത് ഇലാബറേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ നല്ലതാക്കാം. ലെക്ചർ നോട്ട്സ് നമ്മൾ എഴുതില്ലേ, നിങ്ങൾക്ക് അത് നല്ലപോലെ പോയിന്റ്സ് ആഡ് ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാം. കാരണം നമ്മുടെ ഉള്ളിലെല്ലാം ഈ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, നമ്മളത് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ പണ്ട് തുടങ്ങിയ സ്പൂൺ ഫീഡിങ് ആയിരുന്നു. ടീച്ചർമാരെ നോട്ട്സ് തരുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ നോട്ട്സ് നോക്കി കോപ്പി ചെയ്യുന്നു പറഞ്ഞാണ്. നമ്മൾ തന്നെ ഓൺ ആയിട്ട് നമ്മൾ ചെയ്യണം. അപ്പോഴാണ് നമ്മളുടെ മുന്നിൽ വരുന്ന കുഞ്ഞിനെ കൊണ്ട് നമുക്കത് ചെയ്യിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എവിടെയെങ്കിലും നോക്കി കോപ്പി ചെയ്യുവാണെങ്കിൽ നമ്മളും കുട്ടികള് അങ്ങനെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വല്ലതും മിണ്ടാൻ പറ്റുമോ? നമുക്ക് അതിനുള്ള വേർഡ്സ് ഇല്ലാണ്ട് വരും അല്ലെ, വോയിസ് ഇല്ലാതെ വരും. അപ്പോ ആ കുട്ടികളെ തന്നെ ചെയ്യിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മളും തന്നെ ചെയ്യണം, നമ്മൾ നമ്മുടെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യണം. അപ്പോഴല്ലേ നമുക്ക് കുഞ്ഞുങ്ങളെയും അതിനനുസരിച്ച് ഫോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ പൊട്ടൻഷ്യൽ ഉപയോഗിക്കും. നോക്കൂ, ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. PG ക്ലാസ്സും ഡിപ്ലോമ ക്ലാസ്സും സെയിം ക്ലാസ്സിൽ തന്നെയാണ്. PG യുടെ ലാസ്റ്റ് 2 മോഡ്യൂൾസ് പിന്നെ സെപ്പറേറ്റ് ബാച്ച് ആയിട്ട് PGക്ക് മാത്രമായിട്ട് ചെയ്യും. ക്ലാസ് ഓൾമോസ്റ്റ് തീരാറാവുമ്പോ, അല്ലെങ്കിൽ ഒരു പകുതിയിൽ കൂടുതലാവുമ്പോ, അത് വേറൊരു ടൈമില് 3 ക്ലാസ്സോ 4 ക്ലാസ്സോ വ്യത്യാസം. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ ഡിപ്ലോമ ചെയ്ത് കഴിയാനാകുമ്പോ നമുക്ക് PG കൂടി എടുക്കണം എന്ന് തോന്നി കഴിഞ്ഞാല് അപ്പൊ PGക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ? ആ 2 മോഡ്യൂൾ നമുക്ക് എക്സ്ട്രാ അപ്പൊ ചെയ്യാൻ പറ്റും. PR ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ജോയിൻ ആവാൻ പറ്റും, നോ പ്രോബ്ലം. മാം പ്രാക്ടിക്കൽ ഓൺലൈൻ വഴിയാണ് പ്രാക്ടിക്കൽ. എന്തോ എനിക്ക് ക്ലിയർ ആയില്ല, എന്തായിരുന്നു? പ്രാക്ടിക്കൽ എക്സാം എന്ന് പറഞ്ഞില്ലേ? ഓക്കെ. അതെങ്ങനെയാണ്? പ്രാക്ടിക്കൽസ് നമുക്ക് മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് ഉണ്ട്. ആ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് പല പല ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, എക്സാമ്പിൾ പറയുവാണെങ്കിൽ അതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ബോർഡ് ഗെയിം പോലെയാണ്. അതൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾ ഓൺലൈനായിട്ട് ഡെമോ ക്ലാസ് നടത്തും. നിങ്ങൾക്ക് നേരിട്ട് വന്ന് ചെയ്യാനുള്ള സംവിധാനവും ചെയ്തു തരും. അതൊരു ഹാഫ് ഡേയിലത്തെ സമയം മതിയാകും. അതൊക്കെ പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്നതാണ്. നേരിട്ട് വന്നത് ഏതാണ്? നേരിട്ട് വന്ന് നമ്മളൊരു ഡേ പറയും, അതിനനുസരിച്ച് നേരിട്ട് വന്ന് ചെയ്യാവുന്നതാണ്. അത് ഷെഡ്യൂൾ ചെയ്യാം, അത് ഒരു ഡേ പറയും. അത് ഇപ്പോഴല്ല, ശരിക്കും മോഡ്യൂൾ 1 കഴിയാറാവുമ്പോഴേ പ്രാക്ടിക്കൽസ് തുടങ്ങുള്ളൂ. ഏകദേശം ഒരു 7 month ഒക്കെ കഴിയണം ഇനി. പിന്നെ അവിടെ ഒരു കൺസേൺ, ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചാറ്റ് ബോക്സിൽ കണ്ടു, അബൌട്ട് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ്സ്, ഗ്രാജുവേഷൻ, പ്ലേസ്മെന്റ്. ഇതിനെ പറ്റി ഒരു ക്ലാസ് ജയദേവ് സാർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ഉടനെ തന്നെ. ജയദേവ് സാർ ആ റിലേറ്റഡ് ഡൗട്ട്സ് എല്ലാം യു ക്യാൻ ആസ്ക് ദാറ്റ് ടൈം. യെസ് പ്ലീസ്. നോട്ട്സിന്റെ ഹാർഡ് കോപ്പി പോസ്റ്റ് ആണോ, എങ്ങനെയാണ് കിട്ടുക? നിങ്ങൾക്ക് പോസ്റ്റിൽ അയക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സാധാരണ ടെക്സ്റ്റ് നോട്ട്സ് അല്ല, ടെക്സ്റ്റ്. ഏതെങ്കിലും ഓതേഴ്സിന്റെ ടെക്സ്റ്റ് ആണോ മാം ഫോളോ ചെയ്യുന്നത്? നമ്മള് ഓതേഴ്സിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം മറിയ മോണ്ടിസോറിയുടെ ചില ബുക്കിലെ കുറച്ച് കാര്യങ്ങളും അങ്ങനെ എല്ലാം വെച്ചിട്ടാണ് ആ ഒരു ടെക്സ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വേറെയും പല സൈക്കോ അനാലിസ്റ്റുകൾ ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ചും അങ്ങനെ ഓരോ ടോപ്പിക് റിലേറ്റഡ് നമ്മളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന പുസ്തകം അല്ലാതെ ആണോ നമുക്ക് വേറെ എന്തെങ്കിലും നോട്ട്സോ ബുക്സോ എന്തെങ്കിലും വെളിയിൽ മേടിക്കേണ്ട ആവശ്യം വരുമോ? അത് ഇറ്റ്സ് അപ് ടു യു. കാരണം ഞാൻ ഒരു മറിയ മോണ്ടിസോറിയുടെ ഒരു ബയോഗ്രഫി പോലത്തെ ഒരു ബുക്ക് എന്റെ കയ്യിലുണ്ട്. ഞാനൊരെണ്ണം വാങ്ങിയതായിരുന്നു ഞാൻ പഠിച്ച സമയത്ത്. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ തരാം. അത് യു ക്യാൻ ഓപ്റ്റ്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ മറിയ മോണ്ടിസോറിയുടെ പല വർക്കുകളും കാണാനായിട്ട് പറ്റും. അതിന്റെ ഒരു റിവ്യൂ നോക്കിയിട്ട് അതിന്റെ ഒരു കണ്ടന്റ്, അതിന്റെ ബ്രീഫിംഗ് വല്ലതും കൊടുത്തിട്ടുണ്ടാവും. അത് നോക്കി മനസ്സിലാക്കിയതിനു ശേഷം യു ക്യാൻ ബൈ ഇഫ് നെസസറി. ഓക്കെ, നിർബന്ധമില്ല കേട്ടോ. കൂടുതലായിട്ട് അറിയണം, എനിക്കിത് മനസ്സിലാകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ. ഓക്കെ, ദെൻ ഈ ക്ലാസ്സുകളിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി വരുത്താം. 4th ഓൺവേർഡ്സ് നിങ്ങളുടെ ക്ലാസ് ആണ്. 4th എന്ന് പറയുന്നത് എന്ത് ദിവസം? മൺഡേ ഓൺവേർഡ്സ്, റൈറ്റ്? അപ്പൊ ട്യൂസ്ഡേ നമ്മൾ കാണും. ഓക്കെ, ട്യൂസ്ഡേ 1:30 we can meet and
മൺഡേ ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങൾ 3 പേര് റെഡി ആവണം. തമ്മിൽ ആലോചിച്ച് 3 പേര് റെഡി ആവുക. ഒരാള് പ്രെയർ ചെയ്യണം, ഒരാള് സൈൻ ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ക്ലാസ്സിനെ വെൽക്കം ചെയ്യണം. 4 പേരായിട്ട് വേണ്ടേ. ഹോൾ ക്ലാസ്സിനെ വെൽക്കം ചെയ്യണം. ഒരാള് തോട്ട് ഫോർ ദ ഡേ പറയണം, നല്ലൊരു തോട്ട് അല്ലെങ്കിൽ കോട്ട്, അത് ഒരാൾ പറയണം. പിന്നെ ലാസ്റ്റ് ക്ലാസ് കഴിയുമ്പോൾ ഒരാൾ സൈൻ ഔട്ട് ചെയ്യണം, ഹോൾ ക്ലാസ്സിന് താങ്ക് യു പറഞ്ഞ് ബൈ പറയാൻ വേണ്ടിയിട്ട്. സോ ഇതൊക്കെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലത്. മലയാളമാണെങ്കിലും നോ പ്രോബ്ലം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരസ്പരം റെഡി ആകുക. എല്ലാ ദിവസവും ക്ലാസ് തുടങ്ങുമ്പോൾ പ്രെയർ നത്തിങ് റിലീജിയസ് കേട്ടോ. ആ രീതിയിലുള്ള നമുക്കൊരു സെക്യുലറിസം അതാണ് ഇതിനകത്ത് വരുന്നത്. റിലീജിയസ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രെയർ ഒന്നുമല്ല. ദാറ്റ് യു ക്യാൻ ഡു ഇൻ യുവർ പേഴ്സണൽ ടൈം. നമുക്ക് ക്ലാസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രെയർ, നമ്മൾ യൂണിവേഴ്സിനെ നമിച്ചുകൊണ്ടുള്ള, അതായത് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫോഴ്സ് ഇസ് ദെയർ ഇൻ ദ യൂണിവേഴ്സ്. ആ ഒരു ഫീൽ എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ ഒരു പ്രെയർ വേണം. തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്ന പ്രെയർ ആണെങ്കിൽ ഏറ്റവും നല്ലത്. എല്ലാവരും എന്തായാലും 2 പ്രെയർ എങ്കിലും തന്നെത്താൻ ഇംഗ്ലീഷിൽ എഴുതണം. 10 to 12 ലൈൻസ് ഇനഫ്. അത് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രെയർ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. മലയാളത്തിൽ പറയാം, ഹിന്ദിയിൽ പറഞ്ഞ പറയാറുള്ള കുട്ടികളുണ്ട്. പിന്നെ സൈനിങ് വെൽക്കം ചെയ്യാം ഹോൾ ക്ലാസ്സിന്. നിങ്ങളുടേതായിട്ടുള്ള യുണീക് സ്റ്റൈലില് ഡാൻസ് വെൽക്കം ചെയ്യണോ, യു ക്യാൻ ഡാൻസ്. തോട്ട് ഫോർ ദ ഡേ, സുബി ഓൾറെഡി പറഞ്ഞു തോട്ട് ഫോർ ദ ഡേ ഞാൻ ചെയ്യാം. ഓരോ ദിവസവും ഓരോരുത്തരായിട്ട് മാറി മാറി വരണം കേട്ടോ. ദിവസം ഒരാൾക്കാരല്ല, എല്ലാവർക്കും ഈ ചാൻസ് വേണം. ലാസ്റ്റ് ക്ലാസ് കഴിയുമ്പോൾ സൈൻ ഔട്ട്. ആങ്കറിംഗ് ഒക്കെ ചെയ്യില്ലേ ആൾക്കാരെ, അതുപോലെ തന്നെയാണ് സൈൻ ഇനും സൈൻ ഔട്ടും. ഓക്കെ, ഇനി ഒന്നുമില്ലെന്നേ വിചാരിക്കണം, ഒരു ക്ലാസ് ഉള്ളതുകൊണ്ട് കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. യെസ്, ഓക്കെ താങ്ക് യു മാം. യെസ് ചെയ്യാം. ജയദേവ് സാർ നിങ്ങളോട് താങ്ക് യു മാം. ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് എടുത്ത് താങ്ക് യു. ഓക്കെ ഓക്കെ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. ക്ലാസ് ഈ ലെക്ചർ തന്നെ ആയിരിക്കും അത് വേറെ പ്രൊവൈഡ് ചെയ്യും? എങ്ങനെ ജയദീപ് സാറിന്റെ ക്ലാസ് ലിങ്കിൽ തന്നെ ഇന്നായിരിക്കും അതോ വേറെ ഏതെങ്കിലും? സെയിം ലിങ്ക് തന്നെയായിരിക്കും. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ തരും. സെയിം ആയിരിക്കും, കാരണം എല്ലാ ബാച്ചിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ മാം, താങ്ക് യു. കാണാം, ട്യൂസ്ഡേ കാണാം ഹോപ്പ്ഫുള്ളി. ഓക്കെ മാം.